ഇംദാദ് മസി. അദ്ദേഹം കേരളത്തിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എന്നാൽ അദ്ദേഹം ഒടുവിൽ ഭാര്യയുമായിട്ട് പിണങ്ങി, അതുകൂടാതെ ഈ വ്യഭിചാര പാപത്തിൽ വീണു ഒരു പെൺകുട്ടിയുമായി. പിന്നെ അദ്ദേഹം അങ്ങനെ പോയി അന്ന് ശുശ്രൂഷയിൽ നിന്നങ്ങ് മാറി ഭാര്യയെ പിണങ്ങി പോയി. പിന്നെ പുള്ളിക്കാരൻ ഈ പോൾട്രിയൊക്കെ നടത്തിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. ഞാൻ ഒരു പ്രാവശ്യം ലുധിയാനയിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് തർജ്ജമ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. ആ സ്റ്റാൻലി ജോസഫ് എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയാൽ രക്ഷിക്കപ്പെട്ടവനാണ് സ്റ്റാൻലി ജോസഫ്. അപ്പോൾ കുറഞ്ഞതൊരു 5000-ലധികം ആളുകളുണ്ട്, വലിയ ആൾക്കൂട്ടമാണ്. അതിൻ്റെ പുറകിൽ ഇദ്ദേഹം ഒരു റെഡ് കളർ മരൂൺ കളർ ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഞാൻ സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നത്, ആ ആളുടെ വിളിച്ച് സ്റ്റേജിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, പിന്നെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പ്രായമായി നടന്ന് മുൻപിൽ വന്നു. ഞാൻ പറഞ്ഞു, മുട്ടുകുത്താൻ പറഞ്ഞു. എന്നിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഇവൻ്റെ പാപമെല്ലാം ക്ഷമിച്ചിരിക്കുന്നു, ഞാനിവനെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു. അപ്പം 5000-കണക്കിന് ആളുകളുണ്ട്, 5000-ൽ കൂടുതൽ ആളുകളുണ്ട്. അപ്പം എനിക്ക് തർജ്ജിമ ചെയ്യുന്ന ആൾ, ഞാൻ ഇംഗ്ലീഷിൽ പറയും, തർജ്ജിമ ചെയ്യുന്ന സ്റ്റാൻലി ജോസഫ് കരയുക. ഞാൻ പറഞ്ഞു, എന്തിനാ നീ കരയുന്നേ, പറ. അദ്ദേഹം എനിക്ക് തർജ്ജിമ ചെയ്യുന്ന സ്റ്റാൻലി ജോസഫ് മുട്ടുകുത്തിയിട്ട് പറയുകയാണ്, ഇദ്ദേഹമാണ് ഇംദാദ് മസി, ഇദ്ദേഹത്തിൽ കൂടെയാണ് ഞാൻ രക്ഷയിലേക്ക് വന്നത് എന്ന് പറയാനിടയായി. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തെ ദൈവം നിർത്തി എൻ്റെ കൂടെ 2 മാസം യാത്ര ചെയ്തു. പിന്നെ ഞാനും അദ്ദേഹവും കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമായി അമൃത്സറിൽ വിളിച്ചിട്ട് അവരെ രമ്യതയിലേക്ക് കൊണ്ടുവന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിലായി, ഭാര്യയും മക്കളും എല്ലാമായി. പുള്ളിക്കാരൻ്റെ നിമിത്തം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ വേറൊരാൾ വിവാഹം കഴിപ്പിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 4 മാസത്തിനൊടുവിൽ അവൻ വീടിൻ്റെ മുകളിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. അവനൊരു ശബ്ദം കേട്ടു, ദാനിയേലേ നീ പോയി വിശ്രമിക്കുക എന്നൊരു ശബ്ദം കേട്ടു. അവൻ താഴെ വന്ന് മറ്റുള്ളവർ പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു ശബ്ദം കേട്ടു, ദാനിയേലേ നീ പോയി വിശ്രമിക്കുക എന്ന് പറഞ്ഞു. ഞാൻ കിടക്കുകയാണെന്ന് പറഞ്ഞു. കിടന്നു, പ്രാണനം വിട്ടു. കിടക്കാന്ന് പറഞ്ഞ ഉടനെ തന്നെ പ്രാണൻ വിടുവാനിടയായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ഒരു പെൺകുട്ടിയുമായി പോയെങ്കിലും പല വർഷങ്ങളായി പോയതിൽ കുറച്ച് അവർ വാശിയെല്ലാം പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പോയത്. എന്നാൽ അവളുമായിട്ട് യാതൊരു സമ്പർക്കം കൂടാതെ 3.5 വർഷം ആ പെൺകുട്ടിയുമായിട്ട് യാതൊരു അശുദ്ധമായ സംസർഗം കൂടാതെ ഒരു മകളെപ്പോലെ കരുതി അവളെ വേറൊരു വിവാഹം കഴിക്കത്തക്കോണം വിശുദ്ധമായി താൻ ജീവിച്ചു. അപ്പോൾ ആ ജീവിച്ചത് ആര് കണ്ടു? വലിയവനായ ദൈവം കണ്ടു. 5000-ലധികം ആളുകളുടെ മധ്യത്തിൽ നിന്ന് എന്നെ ഉപയോഗിച്ച് ആ ആളിനെ വിളിച്ചുകൊണ്ട് വരേണ്ടതായി. അപ്പോൾ ദൈവം, ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, പരിശുദ്ധാത്മാവ് അങ്ങനെ പെട്ടെന്ന് വിട്ടുപോകുന്ന ഒരു വ്യക്തിയല്ല. എത്രയും പശ്ചാത്താപമുണ്ടോ അവസരം കൊടുത്ത് അവരെ ഉണർത്തുവാൻ നോക്കുന്നവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഒരാളുടെ കണക്കിനാരും തീർന്നു പോയി എന്ന് നമുക്ക് പറയാൻ ഒക്കുകയില്ല. ഒടുവിൽ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആരെയും നേരത്തെ ന്യായം വിധിക്കരുത്, മരണം വരെയും ഒരാൾ തീർന്നുപോയി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ ഒക്കുകയില്ല. കാരണം ഒരു പക്ഷേ അവനെ തകർത്ത് ദൈവം ഒരുക്കുകയായിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നേരത്തെ ആരെയും ന്യായം വിധിക്കരുത്. മനസ്സിലായോ? ജാതികളിൽ പോലും ഇല്ലാത്ത പാപം ചെയ്തവരുണ്ടായിരുന്നു. ഇപ്പൊ പൗലോസ് പറയുന്നത്, കർത്താവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് സാത്താന്റെ ദൂതനെ ഏൽപ്പിച്ചു. അപ്പം ആത്മാവ് താനും കർത്താവിന്റെ നാളിൽ ആ കാര്യത്തിൽ നമുക്ക് പറയുന്നത്, സാത്താനെ ഏൽപ്പിച്ചത് വളരെ കഷ്ടങ്ങൾ സഹിച്ച് അവൻ്റെ ദേഹത്തിൻ്റെ മോഹത്തിനു വേണ്ടി അവൻ പോയതിനാൽ കഷ്ടങ്ങൾ സഹിച്ച് അവൻ യഥാസ്ഥാനപ്പെടേണ്ടതിനൊരവസരം കൊടുക്കുകയാണ്. കാരണം അവനെ കൂടുതൽ കഷ്ടത്തിന് ഏൽപ്പിക്കുകയാണ്.
അവനെ കൂടുതൽ കഷ്ടത്തിന് ഏൽപ്പിക്കുമ്പോൾ, കാരണം അവൻ്റെ ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ ആ ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി അവനങ്ങനെ പോയപ്പോൾ ആ ജഡത്തിൽ കുറച്ച് ദണ്ഡനം അനുഭവിക്കുമ്പോൾ ഒരു പക്ഷേ അവൻ തകർന്ന ഹൃദയത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെയും ദൈവം ചെയ്യുന്നുണ്ട്. ദാവീദിനോട് ദൈവം അങ്ങനെയാണല്ലോ ചെയ്തത്. ഞാൻ പറയാമല്ലോ, നമ്മുടെ ദൈവം എത്ര സ്നേഹവാനായ ദൈവമാണ്. അവൻ അല്പമെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ നമ്മളെ എന്ത് ചെയ്യില്ല, തള്ളിക്കളയുന്നവനല്ല. എന്നാൽ പൗലോസ് ലാരിക്ക് അങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ട്? പല വിധത്തിൽ ദൈവം പറഞ്ഞിട്ടും എന്ത് ചെയ്തില്ല, അത് കേൾക്കാതെ അങ്ങനെ പോകേണ്ടി വന്നു. അതേസമയത്ത് ഇംദാദ് മസീഹ് അദ്ദേഹം രഹസ്യമായി വിജയജീവിതം ചെയ്തു. ഒരിക്കൽ കണ്ടിട്ടില്ലാത്ത ഞാൻ 10,000 പേരിൽ കൂടുതൽ ആളുകൾ ഇരിക്കുന്നിടയിൽ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പറ, അവനെ വിളിച്ച് സ്റ്റേജിൽ കൊണ്ടുപോവാ, അവനോട് പറ. ഞാൻ പരസ്യമായി പറയേണ്ടി വന്നു. അപ്പോൾ പരസ്യമായി ദൈവം അവനെ റെസ്റ്റോർ ചെയ്തു, പരസ്യമായി. അപ്പോഴത് കഴിഞ്ഞ ശേഷം എത്ര ദൈവമക്കൾ കരയാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തിൻ്റെ വേലയാൽ രക്ഷിക്കപ്പെട്ട ആ വലിയൊരു കൂട്ടം അവിടെ ഇരുന്ന് കേൾക്കുന്നവരും അവരെല്ലാം കരയാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ പിതാവാകുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള സ്നേഹമല്ല. ആ സ്നേഹത്തെ വെളിപ്പെടുത്താനാണ് കർത്താവ് മുടിയൻപുത്രൻ്റെ കഥ പറഞ്ഞത്. അവനെല്ലാം നശിപ്പിച്ചു, എങ്കിലും അവൻ ഓർത്തു എൻ്റെ വീട്ടിൽ. അവൻ ഓർത്തത് മതിയായിരുന്നു. വരുമ്പോൾ അവനെ ദൂരത്ത് തന്നെ നിന്നുകൊണ്ട് വരുന്നെന്നൊക്കെയുണ്ട് അവനെ കെട്ടിപ്പിടിക്കുകയായിരുന്നു ചെയ്ത്. അവൻ ക്ഷമ ചോദിച്ച പിന്നാണ്. അതാണ് നമ്മുടെ പിതാവിൻ്റെ സ്നേഹം. നമ്മളെ ഇത്രമാത്രം ആഴമായി സ്നേഹിക്കുന്നവൻ പരിശുദ്ധ ആത്മാവിനെ കൂടെ തന്നെ അങ്ങനെ നടത്തുന്നവനാണ്. ആമേൻ. ഇനി പാസ്റ്റർ ചോദിച്ചു, ഇനി ഈ ഒരു ചോദ്യമേ ഉള്ളൂ. പിന്നെ ചോദിച്ചാൽ എഫെസ് ലേഖനത്തിലെ ആരാധനയുടെ ബന്ധത്തിൽ എഫെസ് ലേഖനത്തിലെ ആത്മാവ് നിറഞ്ഞവരായെന്നുള്ള വാക്കുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു മദ്യപാനത്തെ കുറിച്ചുള്ള വീഞ്ഞു കുടിച്ച് മത്തരാകുന്നുള്ള പറഞ്ഞു, വീഞ്ഞു കുടിച്ച് മത്തരാകരുതെന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പത്രോസ് പറയുന്നുണ്ടല്ലോ, മറ്റേ വലിയ ശബ്ദം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവർ വീഞ്ഞു കുടിച്ചവരല്ല. അപ്പൊ അങ്ങനെ താരതമ്യപ്പെടുത്താൻ കാരണം എന്താണെന്ന് ചോദിക്കും. അതുകൊണ്ട് നമ്മൾ വരുന്നുണ്ട്. ആത്മാവാകുന്ന നദിയിൽ നാം നീന്തി കളിക്കുന്ന അനുഭവം ഉണ്ടാവും. പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ നീന്തി കളിച്ച നദിക്കുള്ളിൽ കിടന്നു. ഇപ്പൊ തന്നെ ഞാൻ എൻ്റെ അനുഭവത്തിൽ എത്ര പ്രാവശ്യം ഞാനുണ്ടായി. ഒരു പ്രാവശ്യം ആസാമിൽ നാരംഗി ക്യാമ്പിൽ ഞാൻ മിലിറ്ററിയിലാണ്. മിലിറ്ററി ഇരിക്കുമ്പോൾ ദൈവത്തെ 8 മണിക്ക് വൈകിട്ട് ഫുട്ബോൾ ഗ്രൗണ്ടിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിന് തനിയെ മുട്ടും കുത്തിയിരുന്നു. ഫുട്ബോൾ ഗ്രൗണ്ട് കുറച്ച് ദൂരെയാണ്. അപ്പോൾ അവിടെ സോൾജേഴ്സൊക്കെ ഈ ഗാർഡുണ്ട്. ഞാൻ 8 മണി മുതൽ വെളുപ്പിന് 5 മണി വരെ ആ ഗ്രൗണ്ടിൽ ഒരറ്റത്ത് നിന്ന് മരൊറ്റത്തേക്ക് ഉരുണ്ടുകൊണ്ടിരിക്കുക. അവരെല്ലാം നോക്കിയപ്പോൾ അവർക്ക് അകത്ത് വരാൻ കഴിഞ്ഞില്ല. മുഴുവനും തീ പോലെ അവർ കാണപ്പെടും. ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് വന്നപ്പോഴാണ് അവർ പറഞ്ഞു, എന്താ ഞങ്ങൾക്ക് ആർക്കും അകത്ത് വരാൻ കഴിഞ്ഞു. ഞാൻ എത്ര സമയം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ എനിക്ക് സഹിക്കാൻ വയ്യ, നിർത്തണമേ. അപ്പോൾ ഈ മൺകൂടാരത്തിൽ ശക്തി വന്ന് ഉണ്ടാകും. അത് ആരാധനയല്ല, അത് നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ അനുഭവം നമ്മളുണ്ടാകുക. ആരാധന ദൈവത്തിലേക്ക് പകരുന്നത്, പിന്നെ നമ്മൾ ശക്തി പ്രാപിക്കുന്നത്, രണ്ടും രണ്ടാണ്. ഒന്ന്, ആരാധനയിൽ നമ്മുടെ ആത്മാവ് ദൈവത്തോട് എന്ത് ചെയ്യുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് അപ്പോസ്തല പ്രവൃത്തി 1:8 വായിക്കുന്നത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഏറിയതിലും. അതുകൊണ്ടാണ് ലൂക്കോസ് 24:49 പറയുന്നത്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കും. അപ്പോൾ ശ്രദ്ധിച്ചാൽ, അപ്പോൾ നമ്മൾ ചിലപ്പോൾ ശക്തി പ്രാപിക്കുമ്പോൾ ഈ വലിയ കെട്ടിടമൊക്കെ ഒരു തള്ളവരലുകൊണ്ട് എടുത്ത് കളയാമെന്ന് തോന്നുന്ന പോലെ അത്രമാത്രം ശക്തി നമുക്ക് അനുഭവം. ഞാൻ എത്ര പ്രാവശ്യം 10 കൊമ്പും 7 തലയുമുള്ള മൃഗത്തോട് യുദ്ധം ചെയ്തു. ഒരു പ്രാവശ്യം 3 ദിവസം തുടരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു ജമ്മുവിൽ വെച്ച്. അപ്പോൾ 10 കൊമ്പും 7 തലയുള്ള ആ മൃഗം എത്ര വലിയതാണ്. അതിൻ്റെ തലയിൽ കയറി അതിൻ്റെ കൊമ്പുകൾ പിടിച്ച് ഇളക്കി അതിൻ്റെ വായിൽക്കകത്ത് കൈയിട്ട് ആളുകളെ പുറത്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ അക്ഷരീയമായിട്ട് അങ്ങനെ എന്ത് ചെയ്യുക, എൻ്റെ മുമ്പിൽ കാണുക. ഒട്ടുവിൽ 3-ാമത്തെ ദിവസമാണത് തോൽവി സമ്മതിച്ചത്. സ്ഥലത്ത് താഴെയിട്ട് അതിൻ്റെ പുറത്ത് കയറി നിൽക്കേണ്ടത്. അപ്പോൾ അതിനെല്ലാം നമുക്ക് എന്ത് വേണം? ആത്മശക്തി വേണം, ആത്മാവിൻ്റെ ശക്തി.
ഇന്നലെ ഗുരുവായൂരപ്പൻ്റെ അടുക്ക് പോയത് സാധാരണയല്ല. ഞാൻ അകത്ത് ചെന്ന് അവരുടെ ദർശന പെട്ടിയിൽ പിടിച്ചുകൊണ്ടാണ് പറഞ്ഞ് നിന്നെ പിടിക്കാനാണ് ഞാൻ വന്നത്. അവിടെയാണ് ചെരുപ്പെല്ലാം ഊരിയിട്ട് അവിടെ എനിക്ക് അവൻ്റെ എവിടെ വരെ ചെല്ലാം അവിടെ വരെ ചെല്ലണം സാധാരണക്കാർക്ക്. അതൊരു ചെരുപ്പെല്ലാം ഊരി അവിടെ ചെന്ന് അവരുടെ ഈ പണമിടുന്ന പെട്ടി അവിടെ പിടിച്ചുകൊണ്ട് പറഞ്ഞ് നിന്നേക്ക് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യുക, നിന്നെ ഇവിടുന്ന് പിടിച്ചിറക്കാനാണ് വന്നത്. അവനെ പിടിച്ചിറക്കിക്കൊണ്ട് വന്നു ആ ശക്തിയെ. നേരത്തെ ഒന്ന് എഴുതിച്ചു, പിന്നെ അതിന് വേറെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് എന്ത് വേണം? അതുകൊണ്ടാണ് അപ്പോസ്തലനെ കുറിച്ച് ഞാൻ ആസിയയിൽ വെച്ച് മൃഗത്തോട് യുദ്ധം ചെയ്തത്. അപ്പോൾ ഈ യുദ്ധത്തിന് നമുക്ക് ഒരുപാട് ശക്തി വേണം. ആത്മശക്തി പ്രാപിക്കണം. ആത്മശക്തി പ്രാപിച്ചു ഞാൻ ലൂസിഫറിനോടും ഒറിജിനൽ ലൂസിഫറിനോടും മല്ല യുദ്ധം ചെയ്തത്. എത്ര കട്ടിയായിരുന്നു. അതെല്ലാം എന്താണ്? ആത്മശക്തിയാലേ ഒക്കെ ഉള്ളൂ. ആത്മശക്തി പ്രാപിക്കുന്നത് ഒന്ന് വേറെ, ആരാധന ദൈവവുമായിട്ട് പകരുന്നത്, ദൈവവുമായിട്ട് നമ്മളെ സ്നേഹത്തിൽ ഇടകലരുന്നത്, നമ്മുടെ ഹൃദയവും ദൈവത്തിൻ്റെ ഹൃദയവും ഒന്നായിത്തീരുന്നു. അത്രയും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. മനസ്സിലായല്ലോ? നാം ഇന്നലെ ചിന്തിച്ച വിഷയത്തെ തുടർന്ന് ഇന്ന് ചിന്തിക്കുകയാണ്. റോമാലേഖനം 8:15 മുതൽ 18 വരെ വായിച്ചാട്ടെ. റോമൻസ് 8:15-18. റോമാലേഖനം 8:15 മുതൽ 18. റോമി 8:15-18 തक. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ രാവിലെ സമയം നിന്റെ വചനം പ്യസിപ്പാനായി കടന്നു നിന്റെ ദാസന്മാർക്കായി ദാസിമാർക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, നീയാണ് ഞങ്ങളുടെ അധ്യാപകൻ. എന്നെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും പഠിപ്പിക്കണമേ. ഈ ലോകത്തിൻ്റെ ദൈവം ആരുടെയെങ്കിലും ഹൃദയത്തെ കുരുടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഹൃദയം യേശുവേ പൂർണ്ണമായി നീ തുറക്കണമേ. അവർ നിന്റെ വചനം ഗ്രഹിപ്പാനിടയാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മൾ വളരെ ആഴമായ കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ടെങ്കിൽ മാത്രമേ ഇത് ശരിയായി മനസ്സിലാകൂ. ഇന്ന് ദൈവസഭകളിൽ രണ്ട് വിധ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് പുത്രത്വത്തിൻ്റെ ആത്മാവ്, രണ്ട് ദാസത്വത്തിൻ്റെ ആത്മാവ്. ഒന്ന് പുത്രത്വത്തിൻ്റെ ആത്മാവ്, രണ്ട് ദാസത്വത്തിൻ്റെ ആത്മാവ്. ആ ദാസത്വത്തിൻ്റെ ആത്മാവിൻ്റെ കാര്യം മനസ്സിലാക്കണമെങ്കിൽ പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെ വായിക്കാം. നിർഗമൻ 21:1-6 तक. നിർഗമൻ 21:1-6 तक. അവരുടെ മുമ്പാകെ നീ വെക്കേണ്ടുന്ന ന്യായങ്ങളാവിത്. ഒരു എബ്രായ ദാസനെ വിലയ്ക്ക് വാങ്ങിയാൽ 6 സംവത്സരം സേവിച്ചിട്ട് 7-ാം സംവത്സരത്തിൽ അവൻ ഒന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പോയിക്കൊള്ളട്ടെ. ഏകനായി വന്നുവെങ്കിൽ ഏകനായി പോകട്ടെ. അവന് ഭാര്യ ഉണ്ടായിരുന്നുവെങ്കിൽ ഭാര്യയും അവനോടുകൂടെ പോകട്ടെ. അവന്റെ യജമാനൻ അവന് ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രന്മാരെയോ പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനനും ഇരിക്കണം. അവൻ ഏകനായി പോകണം. എന്നാൽ ദാസൻ, ഞാൻ യജമാനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ട് ചെന്ന് കതകിന്റെയോ കട്ടളക്കാലിന്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവന്റെ കാത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം. വചനം എഴുതിയിരിക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണം. അന്ന് ദാസത്വത്തിന്റെ ആത്മാവുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഇടയിൽ അത് ദാസന്മാരുണ്ടായിരുന്നു. സ്ലേവ്സ്, അടിമകൾ. ഒരു എബ്രായ അടിമ, അവന് അന്ന് ആടിനെയും പശുവിനെയും ഒക്കെ വാങ്ങുന്ന പോലെ അടിമകളെ വാങ്ങുമായിരുന്നു. അതുപോലെ ഇന്ന് എബ്രായ അടിമകൾ ആ കാലത്ത് ഒരാളെ അടിമയായി വാങ്ങിച്ചു. അതാണ് പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അടിമയായി മേടിച്ചു. 7 വർഷം കഴിയുമ്പോൾ അവന് പോകാം.
എന്നാൽ അവൻ പറയാണ്, എനിക്ക് പോകണ്ട, എനിക്ക് ഈ യജമാനോടെ പാർത്താൽ മതി എന്ന് പറഞ്ഞാൽ അവന് പാർക്കാം. അവനങ്ങനെ പോകുവാൻ ഒരുങ്ങുമ്പോൾ ആ അടിമയ്ക്ക്, അന്ന് അടിമ സഹോദരന്മാർ ആണുങ്ങളുമുണ്ട്, അടിമ പെണ്ണുങ്ങളുമുണ്ട്. അപ്പോൾ ആ യജമാനൻ ഈ അടിമകളോട് പറയും, നീ ഇന്നാരെ വിവാഹം കഴിച്ചു, വേറൊരു അടിമ സ്ത്രീയെ വിവാഹം കഴിച്ചു. അവർക്ക് മക്കളുണ്ടാകും. അപ്പോൾ മക്കളുണ്ടായാലും ആ അടിമ സ്ത്രീയും അവൻ്റെ മക്കളും യജമാൻ്റെ കൂടെ ആയിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നല്ലോ. അടിമ അങ്ങനെ ഉണ്ടായ മക്കളും അടിമ ആ സ്ത്രീയും യജമാനൻ്റെ ആയിരിക്കും. അവൻ ഫ്രീ ആയിട്ട് പോകാം. അപ്പോൾ ഇസ്രായേലിൽ അന്ന് അടിമകളിൽ നിന്നുണ്ടായ മക്കൾ ഒത്തിരി ഉണ്ടായിരുന്നു, ഓരോ വലിയ വലിയ ആളുകൾക്ക്. അവർക്കൊണ്ട് അതേ സമയത്ത് യജമാനന്റെ സ്വന്തം മക്കളുമുണ്ട്. സ്വന്തം മക്കളുടെ അവകാശം, അടിമയുടെ അവകാശം രണ്ടും രണ്ടാണ്. അടിമയ്ക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ അവകാശമില്ല. അഥവാ ഒരടിമ അബ്ബാ പിതാവേ എന്ന് വിളിച്ചാൽ അവൻ്റെ കഴുത്ത് കണ്ടിക്കണം എന്നാണ് നിയമം. അല്ലെങ്കിൽ അവന് പൂർണ്ണ അവകാശമുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ ആരോട് ഈ വചനം പറഞ്ഞു? അവർക്ക് ഈ അടിമത്വത്തിൻ്റെ ആത്മാവിൻ്റെ കാര്യവും പുത്രത്വത്തിൻ്റെ ആത്മാവിൻ്റെ കാര്യവും നല്ലവണ്ണം അറിയാം. അടിമകൾ എപ്പോഴും അപ്പാ വല്ലതും തരണേ തരണേ തരണേ, എനിക്കത് തരണേ, എനിക്കിത് തരണേ, എനിക്ക് തണുപ്പിന് വസ്ത്രം തരണേ, എനിക്ക് ആഹാരം തരണേ, എനിക്ക് മുറി ഉണ്ടാക്കി തരണമേ, എനിക്ക് വീട് തരണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മക്കളോ ഒന്നും പറയുകയില്ല. ഇന്ന് ദൈവസഭയിൽ ഈ അന്യായക്കാരായ സുവിശേഷകന്മാർ കടന്നു വന്ന് പണമുണ്ടാക്കുന്ന പണി ചെയ്യുന്നത് കൊണ്ട് മക്കൾ ജനിക്കുന്നില്ല, അടിമ മക്കളാണ് ജനിക്കുന്നത്. അടിമ മക്കൾ. അതുകൊണ്ടാണ് ഉപവാസ പ്രാർത്ഥന, 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, ജോലിക്കും രാജിക്കും എല്ലാം വേണ്ടി ഉപവാസ പ്രാർത്ഥന, വീടിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന. കാരണം ജനിച്ച മക്കളൊക്കെ ആരാ? അടിമ മക്കൾ എന്ന് പോലെ. ഇന്ന് അടിമ മക്കളില്ല, വാസ്തവത്തിൽ അവർ ദൈവരാജ്യം ജനിച്ചിട്ടില്ല. അപ്പോൾ ഈ അടിമ മക്കളെ കൊണ്ട് ഇവർ വലിയ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലിയ പ്രാസംഗികന്മാരെന്ന് പറയുന്നവർ വലിയ വ്യാപാരം, അടിമക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരടിമക്കച്ചവടം നടത്തി അവർ വസ്തു സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്, പേര് സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ പുത്രത്വം പ്രാപിക്കുകയാണ്. പുത്രത്വം പ്രാപിച്ചാൽ പിന്നെ ഈ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സേ വരത്തില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു കോടീശ്വരൻ ആണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളുടെ മകന് വഴിയിൽ വിശപ്പ് വന്നാൽ ഏതെങ്കിലും കടയിൽ പോയി കൈ നീട്ടുമോ? പറഞ്ഞാൽ. എന്നാൽ നിങ്ങൾ ഒരു തെണ്ടക്കാരനാണെങ്കിൽ നിങ്ങളുടെ മകനും പോയി എന്ത് ചെയ്യും? തെണ്ടും. നിങ്ങൾ തെണ്ടക്കാരനാണെങ്കിൽ നിങ്ങളുടെ മകനും പാവപ്പെട്ടവനെ പോലെ എന്ത് ചെയ്യും? തെണ്ടും. അതുപോലെ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ, വചനം അന്ന് ജനിച്ചവർ, വചനമാകുന്ന വിത്തുള്ളവർ, അതിൻ്റെ ഓജസ്സിലും അതിൻ്റെ തേജസ്സിലുമേ നടക്കത്തുള്ളൂ. അവരൊന്നും ആരോടും കെഞ്ചുകയില്ല. കാരണം അവരുടെ ഉള്ളിൽ ഒരു റോയൽറ്റി ഉണ്ട്. ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, എൻ്റേതാണ് ഈ ഭൂമി മുഴുവനും. ഇപ്പോൾ എൻ്റെ പിതാവ് എനിക്ക് ആഹാരം തന്നില്ലെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. എൻ്റെ പിതാവ് എന്നെ വളർത്തുമ്പോൾ ഞങ്ങൾ കുശൃതി ഒക്കെ കാണിക്കും, എൻ്റെ പെങ്ങളൊക്കെ. ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് അന്ന് ജോലിയൊക്കെ ചെയ്യണം, നല്ല പണമുണ്ട്, വേലക്കാരൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ അപ്പൻ ഞങ്ങളെ വളർത്തിയത് സ്കൂളിൽ പോയിച്ച് വരുമ്പം 8-10 പശുക്കളും കാണും, 10-12 ആടും കാണും. ഞങ്ങൾ 3-4 സഹോദരിമാരും, ഞാനാ മൂത്തത്. സ്കൂളിൽ പോയി വന്നിട്ട് ഞങ്ങൾ ആഹാരം കഴിച്ചിട്ട് പോയി നിറച്ച് പോച്ച കെട്ടിക്കൊണ്ടുവരണം. പോച്ചയും അതുപോലെ ആടിന് തീറ്റയെല്ലാം കൊണ്ടുവരണം. ഏതെങ്കിലും ദിവസം ആടിന് നിറച്ച് കൊടുത്തില്ലെങ്കിൽ അന്ന് പിതാവ് പറയും, ഇന്ന് നീ ആഹാരം കഴിക്കാൻ യോഗ്യനല്ല, നീ ആഹാരം കഴിച്ചു പോകരുത്. അന്നേരം ഞാൻ ഒരിക്കലും വേറൊരുത്തരുടെ വീട്ടിൽ പോയിട്ട് എനിക്ക് ആഹാരം തരണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ചെന്ന് രാത്രി തന്നെ വെട്ടി കൊണ്ടുവന്ന് ആടിനെല്ലാം തീറ്റി കഴിച്ചിട്ട് പിന്നെ പപ്പ പിടിച്ചിട്ട് ചുമ്മിച്ച് പറയും, പോയി നിറച്ച് പോയി ചോറുണ്ടോളാൻ പറയും. അതുപോലെ
നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ അനുവദിച്ചാൽ നമ്മളെ കറക്റ്റ് ചെയ്യാനാണ്, നമ്മളെ ശരിയാക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഇന്ന് ഈ പ്രാസംഗികന്മാർ, ദൈവത്തെ അറിയാത്ത ഈ പ്രാസംഗികന്മാർ, വചനത്തെ അറിയാത്ത ഈ പ്രാസംഗികൻ ഉള്ളതുകൊണ്ട് എവിടെ നോക്കിയാലും തണ്ട പ്രാർത്ഥനയാണ്. ഇപ്പോൾ എവിടെ നോക്കിയാലും ഒരു ഇതുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഞങ്ങൾക്ക് എഴുതി തന്നേര്. അതിപ്പോൾ ഒരു ബിസിനസ്സായി തീർന്നിരിക്കുകയാണ്. എവിടെ നോക്കിയാലും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം എഴുതി തന്നേര്, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. ഇതൊക്കെ എത്ര ലജ്ജാകരമായ കാര്യമാണ്. കാരണം ദൈവത്തോട് അവർക്ക് ബന്ധമില്ല. ഈ പ്രാസംഗികന്മാർ, ഈ പ്രാർത്ഥിക്കുന്നവരാണ് എന്ത് ചെയ്യുന്നത്? ഇതെല്ലാം സാധാന്യമാണ്, ബിസിനസ്. ദൈവസഭയിൽ കടന്നിരിക്കുന്ന ബിസിനസ് തന്ത്രങ്ങളാണിത്. നമ്മൾ തമ്മിൽ പ്രാർത്ഥിക്കണം, അത് വേറെ. സഹോദരന്മാർ പ്രാർത്ഥനയിൽ സഹായിക്കണം, പ്രോത്സാഹിപ്പിക്കണം, അത് വേറെ. എന്നാൽ ലിസ്റ്റ് എഴുതി മേടിച്ച് ഒരു കൂട്ടർ ലിസ്റ്റ് ഫോണിൽ കൂടെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയെല്ലാം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു പ്രാവശ്യം ഹൈദരാബാദിൽ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വല്യപ്പച്ചൻ്റെ അനുജൻ്റെ മകൻ പാസ്റ്റർ എൻ മാത്യു അവിടെ ശുശ്രൂഷകനാണ്. വലിയ സഭയാണ്, കുറഞ്ഞൊരു 10,000-20,000 കൂടുതൽ ആളുകളുണ്ട്. വലിയ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർ ടി എസ് എബ്രാം, വലിയ കർത്താവിൻ്റെ ദാസന്മാരിൽ ടി എസ് എബ്രാം ഉണ്ടായിരുന്നു, പലരെല്ലാം ഉണ്ടായിരുന്നു, അവിടെ എല്ലാം ഉണ്ടായിരുന്നു. പി ടി ചാക്കോച്ചൻ, ടി എസ് എബ്രാം, അമ്മായപ്പനും അവരെല്ലാവരും ഉണ്ടായിരുന്നു. വലിയ ആൾക്കൂട്ടമുള്ള സമയമാണ്. അപ്പോൾ എൻ്റെ വല്യപ്പച്ചൻ്റെ അപ്പൻ്റെ അനുജൻ പാസ്റ്റർ എൻ മാത്യു സ്റ്റേജിൽ വന്ന് കയറി പറഞ്ഞു, ഞാൻ എം ശാമുവേലിന് ഒരു പ്രാന്തൻ്റെ കാര്യം എഴുതി അറിയിച്ചിരുന്നു. എം ശാമുവേൽ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു, അവൻ സുഖമായി ഇപ്പം നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നതിന് മുൻപെയാണ് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എല്ലാവർക്കും ഓരോരുത്തർക്കും കവർ തരികയാണ്. ആ കവറിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതണം. അതുകൂടാതെ യോഗ്യമായ ഒരു തുകയും അതിനകത്തിട്ടേക്കണം. എന്നിട്ട് വലിയ കവറുകൾ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കാനങ്ങ് തുടങ്ങി. അപ്പോൾ അരമണിക്കൂറത്തെ പാട്ട് നടക്കുകയാണ്. പാട്ട് നടക്കുമ്പോൾ ആളുകളെല്ലാം എന്ത് ചെയ്യുകയാണ്? ആ കവറിനകത്ത് പണവും ഇടുകയാണ്, പ്രാർത്ഥനാ ലിസ്റ്റ് എഴുതുകയാണ്. അദ്ദേഹം പറഞ്ഞ എന്താണ്? എം ശാമുവേൽ അത് ജമ്മു കാശ്മീരിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കും, നിങ്ങളുടെ കാര്യം നടക്കും. അത് കഴിഞ്ഞ് എന്നെ പ്രസംഗത്തിന് വേണ്ടി വിളിച്ചു. അന്നേ ഞാൻ വന്ന് സ്റ്റേജിൽ പറഞ്ഞു, സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ കവറൊന്നും ഞാൻ കൊണ്ടുപോവുകയില്ല. അതിനകത്തിട്ടിരിക്കുന്ന നിങ്ങളുടെ പണത്തിൽ 1 രൂപയും ഞാൻ സ്വീകരിക്കുകയില്ല. നിങ്ങളുടെ പ്രെയർ ലിസ്റ്റിൽ ഒന്നുപോലും ഞാൻ കൊണ്ടുപോകില്ല. അതെല്ലാം പാസ്റ്റർ എൻ മാത്യു നടത്തുന്നതായിരിക്കും. ഞാൻ നിങ്ങളുടെ ഈ വ്യാപാരത്തിന് അല്പം പോലും കൂട്ടുനിൽക്കുന്നതല്ല എന്ന് പരസ്യമായി 10,000-15,000 കൂടുതൽ ആളുണ്ട്, പരസ്യമായി പറഞ്ഞു. അതിൽ അപ്പം എൻ്റെ കൂടെ 3-4-5 പേരുണ്ട്. അപ്പം ഞാൻ പാസ്റ്റർ എൻ മാത്യുവിന് ഉപ്പാപ്പ എന്നാണ് വിളിക്കുന്നത്. പിന്നെ യോഗം കഴിഞ്ഞപ്പോൾ വന്ന് പറഞ്ഞു, നീ എൻ്റെ മകനായിരിക്കും, നീ എന്നെ പബ്ലിക്കായിട്ട് ഇത്ര മോശം ചെയ്തല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാപ്പൻ്റെ ആ സ്ഥാനമാണല്ലോ നോക്കിയത്. ഇത്രയും ദൈവമക്കളെ യഥാർത്ഥ പിതാവിൽ നിന്ന് അകറ്റി അവരെ 2ാം മക്കളാക്കി തീർത്തിട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ വ്യാപാര ബിസിനസ് എത്ര നല്ലതാണ് എന്ന് പറഞ്ഞു. പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ 2 പണങ്ങി. ഞാൻ പറയും, നിങ്ങളുടെ ഇവിടുന്ന് 1 ഗ്ലാസ് വെള്ളം പോലും ഞാൻ ഇനി കുടിക്കുകയില്ലെന്ന് പറഞ്ഞു. ഇത് ഒടുവിലത്തെ പ്രോഗ്രാം. ഇതിനുശേഷം ഞാൻ ഒരു വെള്ളം പോലും കുടിക്കും. ഈ ദ്രവ്യാഗ്രഹത്തെ ദൈവം സഹിക്കുകയില്ലെന്ന് പറഞ്ഞു. എൻ്റെ വായിൽ നിന്ന് ഈ ശബ്ദം വന്നു. ഉടനെ പുള്ളിക്കാരൻ തല ചൊറിയാൻ തുടങ്ങി. ഏകദേശം 9 മാസം തല ചൊറിഞ്ഞുകൊണ്ട് തന്നെ കിടന്നു. അതേ രോഗത്തിൽ മരിക്കേണ്ടിയും വന്നു. എൻ്റെ ഒരു പാപ്പനാണ്, കർത്താവിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട ഒരാളാണെന്നാൽ ഈ ദ്രവ്യാഗ്രഹം പറഞ്ഞ് ഞാൻ പറയും, ഈ ദ്രവ്യാഗ്രഹം ഞാൻ വീണ്ടും പോയി, കർത്താവേ പാപ്പൻ്റെ ഈ പാപത്തെ ക്ഷമിക്കണമേ. ദൈവം ക്ഷമിച്ചില്ല. പുള്ളിക്കാരൻ കിടന്നുറക്കുമ്പോഴും കൈ തലയിലിട്ടോ പുഴു പറയും, എൻ്റെ തലയിലെല്ലാം പുഴു വരുന്നേ എന്ന് പറയും.
ഇപ്പം മറ്റുള്ളവർ കസേര പുള്ളിക്കാരൻ്റെ കൈ കൊണ്ട് ബെഡേ കെട്ടിയിടും. പുള്ളിക്കാരൻ്റെ മക്കൾ ബാങ്ക് മാനേജറുണ്ട്, എയർലൈൻസിലുണ്ട്, നല്ല ഉയർന്ന നിലയിലുള്ള ആളാണ്. കൈ കൊണ്ട് കട്ടിലേക്ക് കെട്ടിയിടും രാത്രി, അല്ലെങ്കിൽ കൈ വരും. ഒടുവിൽ അങ്ങനെ തന്നെ മരിക്കേണ്ടി വന്നു. ഞാൻ പറയാൻ വന്ന കാര്യം, ദൈവമക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസന്മാർ പ്രാർത്ഥിച്ച് ദൈവം കേൾക്കുന്ന മധ്യസ്ഥത പാപമാണ്. എന്നാൽ ഒരു സഹോദരന് വേണ്ടി കൂട്ടുസഹായിയായി നിന്ന് പ്രാർത്ഥിക്കുക, അവരുടെ തമ്മിൽ ഭാരങ്ങളെ വഹിക്കുക. അതെങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗങ്ങളായി. ഇപ്പോൾ ഉദാഹരണം, ഈ കയ്യിൽ ഏതെങ്കിലും ഒരു സാധനം ഞാൻ എടുത്തു, അത് ഭാരമായിരിക്കുകയാണെങ്കിൽ ഈ കൈക്ക് ഭാരമായി, ഈ കൈ സഹായത്തിനായി ചെല്ലുന്നത് പോലെയാണ് തമ്മിൽ ഭാരങ്ങളെ വഹിക്കുന്നത്. ഇത് ഇന്നത്തെ വായന എന്ന കർത്താവെ തോമാച്ചൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നീ ശരിയാക്കി കൊടുക്കണമേ, കർത്താവെ തോമാച്ചനെ നീ അനുഗ്രഹിക്കണമേ, കർത്താവെ അവൻ എഴുതിയിരിക്കുന്നതെല്ലാം നീ കാണുന്നല്ലോ, എനിക്കിത് വായിക്കാൻ മുഴുവൻ സമയമില്ല, കർത്താവെ നീ വായിച്ചല്ലോ, അനുഗ്രഹിക്കണമേ. അത് കഴിഞ്ഞിട്ട് മറിയാമ്മയുടെ കാര്യം, കർത്താവെ മറിയാമ്മയുടെ കാര്യം. ഇതല്ല തമ്മിൽ ഭാരങ്ങളെ വഹിക്കുക എന്ന് പറഞ്ഞാൽ, ചാക്കോച്ചൻ്റെ ഭാരം എന്താണെന്ന് മനസ്സിലായി അവിടെ ചെന്ന് ഈ കൈക്ക് വേണ്ടി ഈ കൈ താങ്ങൽ ചെല്ലുന്നത് പോലെ അവിടെ ചെന്ന് താങ്ങൽ കൊടുക്കുന്ന പ്രാർത്ഥനയാണ് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പ്രാർത്ഥന. മറ്റേത് മുഴുവനും ലൗകികമാണ്, ജാതീയമാണ്, പണം പിരിക്കുന്ന മഹാതട്ടിപ്പ് പ്രസ്ഥാനമാണ്. ഇവരെന്താ വിചാരിക്കുന്നത്? എൻ്റെ ലിസ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്, അവർ പ്രാർത്ഥിച്ചോളും. പിന്നെ എന്നാ, കർത്താവെ ഇന്നാര് പ്രാർത്ഥിക്കുന്നുണ്ട്, സ്തോത്രം, കാര്യം നടക്കും. അതല്ല പ്രിയമുള്ളവർ. പ്രാർത്ഥന അന്യോന്യം ഭാരം വഹിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവിൻ്റെ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ എന്നെ വിവരം അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ പുറമേയുള്ളൊരു പ്രാർത്ഥനയല്ല, ആത്മാവിൽ അവരുടെ ഭാരം ഹൃദയത്തിലെടുത്ത് പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ, കർത്താവേ എന്താണ് ചെയ്യേണ്ടത്, അവർക്ക് മധ്യസ്ഥ നിൽക്കണോ, ഏതെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഓർപ്പിക്കണേ, അവരെ മനസ്സിലാക്കണേ എന്ന് പറഞ്ഞ് ആ ഭാരം ഏറ്റെടുത്ത് ആ ഭാരം മാറുന്നത് വരെ പ്രാർത്ഥിക്കുക. എന്നാൽ ഇന്ന് അങ്ങനെ നടക്കുമോ? കാരണം എല്ലാവരെയും ആരാക്കി വെച്ചിരിക്കുക? എല്ലാവരെയും അടിമയുടെ മക്കളാക്കി വെച്ചിരിക്കുക, ദാസത്വത്തിൻ്റെ മക്കളാക്കി വെച്ചിരിക്കുക. പുത്രത്വത്തിൽ വന്നാൽ ഹല്ലേലൂയ, നമ്മുടെ ആ രൂപമേ മാറും പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ ഇന്നത്തെ സുവിശേഷ ഘോഷണ രീതിക്കെല്ലാം വളരെ വ്യതിയാനം വന്നേ മതിയാകുള്ളൂ. കർത്താവ് വരുത്തും. കാരണം കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും. നിങ്ങളിത് കേൾക്കുന്നത് ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് കേൾക്കുക. ഞാൻ കുറ്റം പറയാൻ വന്നതല്ല. എന്നാൽ അശുദ്ധിയെ മാറ്റണം, ദൈവസഭയെ ശുദ്ധീകരിക്കണം, പുത്രന്മാർ വെളിപ്പെടണം. അവൻ്റെ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് നമ്മിൽ വന്നാൽ നമ്മൾ ആരാണ്? നമ്മൾ പുത്രന്മാരാണ്. പുത്രത്വത്തിൻ്റെ ആത്മാവാണ് നമ്മൾ വസിക്കേണ്ടത്. ദാസത്വത്തിൻ്റെ ആത്മാവിൽ അപ്പച്ച എനിക്ക് തരണേ എന്ന് കെഞ്ചുന്നതല്ല. അത് ദാസത്വത്തിൻ്റെ ആത്മാവ്. ഇന്ന് രണ്ട് ആത്മാവാണ് വസിക്കുക. ഒന്ന് ദാസത്വത്തിൻ്റെ ആത്മാവ്, ഒന്ന് പുത്രത്വത്തിൻ്റെ ആത്മാവ്. പുത്രത്വത്തിൻ്റെ ആത്മാ, എൻ്റെ പിതാവിനറിയാം എനിക്ക് ഇന്നതാ വേണ്ടിയതെന്നുള്ളത്. എൻ്റെ പിതാവ് സകലതും ചെയ്യും, ഞാനതിൽ ഭാരപ്പെടുന്നില്ല. എൻ്റെ പിതാവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിലുള്ള കുറവ് ഞാൻ തീർക്കാൻ പോകുകയാണ്. എൻ്റെ പിതാവിനെ ഞാൻ ദുഃഖിപ്പിച്ചത്, എൻ്റെ സംസാരത്തിൽ എൻ്റെ പിതാവിനെ ദുഃഖിപ്പിച്ചു, എൻ്റെ ഇടപാടിൽ എൻ്റെ പിതാവിനെ ദുഃഖിപ്പിച്ചു. അപ്പച്ച, ഞാൻ നിൻ്റെ അടുത്ത് വരികയാണ്, എൻ്റെ കുറവ് എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കുറവ് എന്നോട് ക്ഷമിക്കേണ്ട, ഞാൻ നിൻ്റെ അടുത്ത് വരുന്നു. അപ്പോൾ പുത്രത്വത്തിൻ്റെ ആത്മാവ്, ദാസത്വത്തിൻ്റെ ആത്മാവ്, ഇത് രണ്ടും വസിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ എഴുതിയിരിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവുണ്ട്. അബ്ബാ പിതാവേ എന്ന് പറയുന്നത് ആരാ? അപ്പോൾ പിതാവിനുള്ളത് സകലതും അവകാശമാണ്. ഹല്ലേലൂയ. പിതാവിനുള്ളത് സകലതും. ഞാൻ പറയുന്നത് 75 മുതൽ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നുവരെയും കർത്താവിനോട്, അന്ന്
ബാങ്കിൽ ഏറ്റവും കുറഞ്ഞത് 10 രൂപ മതിയായിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഏറ്റവും ബാങ്ക് അക്കൗണ്ടിന് വേണ്ടി. അതിട്ട് ബാക്കി മുഴുവൻ പണവും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെലവ് ചെയ്തിട്ട് പെൻഷൻ വാങ്ങാതെ ഗ്രാറ്റുവിറ്റിക്ക് പോലും നിൽക്കാതെ ഇറങ്ങി കർത്താവ് തിരിച്ചു. ഇന്ന് വരെയും എൻ്റെ അപ്പൻ എന്നെ വിശ്വസ്തനായിരുന്ന് സകല ആവശ്യങ്ങൾ, നിങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾ കുറച്ചേ ഉള്ളൂ. എനിക്കാണെങ്കിൽ എത്ര സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേല നടന്നുകൊണ്ടിരിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നു, ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുന്നു, ഫിലിപ്പീൻസിൽ നടന്നുകൊണ്ടിരിക്കുന്നു, നേപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയിടത്ത് വേലക്കാരുടെ ട്രെയിനിങ് സെൻ്ററുണ്ട്. ഇത്ര ആയണയ്ക്ക് ഒരിടത്ത് നിന്നും 1 രൂപയും ചോദിച്ചിട്ടില്ല. നിങ്ങൾ ഭൂമിയിൽ എവിടെ പോയി അന്വേഷിച്ചാലും നിങ്ങൾക്കതിൻ്റെ ഒരു ചെറിയ രേഖ പോലും കിട്ടത്തില്ല. കാരണം പിതാവ് ഇത്രത്തോളം നടത്തി. പട്ടിണി കിടന്നിട്ടുണ്ട്, ഒത്തിരി പട്ടിണി കിടന്നിട്ടുണ്ട്. അന്നെല്ലാം ആത്മീയ ആഹാരം ധാരാളമായി പിതാവ് നൽകി തന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യം ട്രെയിനിങ് സെൻ്ററിൽ വേലക്കാരൻ കർത്താവിൻ്റെ ദാസന്മാർ വചനം പഠിക്കാൻ വരിക. ആരൊന്നുമില്ലാതിരിക്കുമ്പോൾ അവരെല്ലാവരും താഴെ ഇരിക്കും. പ്ലേറ്റെല്ലാം അവിടെ ഉപയോഗിക്കും. ഗ്ലാസ്സിൽ പച്ചവെള്ളം പറഞ്ഞൊരു കൈ അടിച്ച് പാട്ട് പാടി ആരാധിച്ചേച്ച് വെള്ളം കുടിച്ചേച്ച് എഴുന്നേറ്റ് പോകും. ഞാൻ ചോദിക്കുക എങ്ങനെയുണ്ടോ? പറയും നിറച്ച് ഒരു പല്ലും. ഉച്ചയ്ക്കും അങ്ങനെ. അപ്പോൾ അവരെല്ലാം വിശ്വാസവേലയിൽ പോകാൻ അഭ്യസ്തരായി. വിശപ്പുണ്ടോ? ഇതൊന്നുമില്ല. അങ്ങനെയുള്ള നിലയിൽ കർത്താവിനെ പിൻപറ്റുവാൻ കർത്താവ് ഭാഗ്യം തരുന്നു. അതെത്ര ശ്രേഷ്ഠമേറിയ അവസ്ഥയാണ്, ശ്രേഷ്ഠമേറിയ അവസ്ഥ. ഇത് പണ്ടത്തെ കാലമല്ല. ഈ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഇത് ജാനുവരി, ഇതിപ്പോൾ ഫെബ്രുവരി തുടങ്ങി. ഈ കഴിഞ്ഞ വർഷത്തിലാണെങ്കിൽ ഞങ്ങൾ പഞ്ചാബിൽ ഗുരുദാസ്പൂരിൽ ഇരിക്കുമ്പോൾ 1 മാസം 20 ദിവസം ആഹാരമില്ല. 10-60 പേരോളം ഉണ്ട്. ഓരോ കിലോ അല്ലെ ഓരോ കിലോ താഴെയുള്ള അരി ഉണ്ടായിരുന്നു. അതിട്ട് ഒരു വലിയൊരു കലത്തിനകത്ത്, അലൂമിനിയം കലത്തിനകത്തിട്ട് തിളപ്പിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഓരോ ഗ്ലാസ് വെള്ളം കൊടുക്കും. 1 മാസം 20 ദിവസം വെറും. അത് ഈ വെളിയിൽ നിന്നുള്ളവർക്ക്, ഈ പഞ്ചാബിലവർക്ക് കഞ്ഞിവെള്ളം കുടിച്ച് പരിചയമില്ല. എനിക്കാണെങ്കിൽ പരിചയമുണ്ട്. എന്നാൽ അവരെ ദൈവം കുടിച്ച് പരിശീലിപ്പിച്ചു ആ സമയത്ത്. കർത്താവിൻ്റെ സ്തോത്രം. അതുകൂടാതെ ഞങ്ങളുടെ ഇവിടെ ഒരു കർത്താവിൻ്റെ ദാസൻ്റെ വിവാഹം നടന്നു. ദാസൻ്റെ മകളുടെ വിവാഹം. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ടാണ്, 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ച് കർത്താവ് എന്തെങ്കിലും. അപ്പോൾ അവരെല്ലാം കൂടെ സദ്യയ്ക്ക് വിളിച്ചു. പാസ്റ്ററിൻ്റെ മകളുടെ വിവാഹമാണ്, എല്ലാവരും കൂടെ. എന്നാൽ കർത്താവ് 1 കിലോ നോക്കിയപ്പോൾ 1 കിലോ, ഏകദേശം 1 കിലോ തികച്ചില്ല അരിയുണ്ട്. ഞാൻ പറയുന്നത് സ്തോത്രം. കർത്താവ് വേറെ ഒന്നും ക്രമീകരിച്ചില്ല, എന്തിനും ആരോട് ചോദിച്ചില്ല, കടമെടുത്തില്ല. അതെല്ലാവരും കൂടെ ഒന്ന് നല്ല സദ്യ എല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് സദ്യയ്ക്ക് എല്ലാവർക്കും ഓരോ ഗ്ലാസ് കഞ്ഞിവെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്. അപ്പോൾ സാധാരണ സദ്യക്കടെ പഞ്ചാബിലൊക്കെ അങ്ങനെ ഒരു 100 പേര് കൂടുതലുണ്ട്. ഇറച്ചിയും മീനും എല്ലാം ഒരുപാട് സാധനങ്ങൾ കാണും. ഇതെല്ലാം കൊടുത്തു. ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട്? വളരെ സന്തോഷമായിരിക്കും എന്ന് പറയാനിടയായി. ഇത് പഴയ കാര്യങ്ങളല്ല. അതുകൊണ്ട് അന്നെന്നുള്ളത് പിതാവ് എന്ത് ചെയ്യുന്നു? തരുന്നു. അന്നെന്നുള്ളത് പിതാവിനെ ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആത്മാവ് ഏതാണ്? പുത്രത്വത്തിൻ്റെ ആത്മാവ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ. ദാസത്വത്തിൻ്റെ ആത്മാവല്ല. അപ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പറയാതെ തന്നെ നമ്മുടെ പിതാവ് നമുക്ക് തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഞങ്ങളങ്ങനെ എത്ര അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇത് കർത്താവിൻ്റെ വേലക്കാരായിരിക്കുന്നവർ കൂടെ ഒരു പ്രാവശ്യം ഞാൻ അതേ ഉദംപൂർ ഗഡി എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ലാസ് 1 ഓഫീസറായിട്ട് ഇരുന്നതാണ്. മക്കൾക്കാണെങ്കിൽ ഒരു പ്രയാസം, നല്ല താമസിക്കാനുള്ള സൗകര്യമുണ്ട്, കാറും മറ്റുള്ള സൗകര്യങ്ങളുണ്ട്, വേലക്കാരെല്ലാം ഉണ്ട്. അവിടുന്ന് ഇറങ്ങി കർത്താവിൻ്റെ വേലയ്ക്കായി ഇറങ്ങി വന്നു. അവിടെ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ തണുപ്പ് സമയത്ത് അവിടെ വിൻ്റർ യൂണിഫോം സ്കൂളിൽ ഉണ്ട്. അപ്പം ഞങ്ങളുടെ മകൾക്കും 1 ജോഡിയേ ഉള്ളൂ, 2 ജോഡിയില്ല. അപ്പോൾ എൻ്റെ ഭാര്യ അത് വസ്ത്രം അഴുക്കാകുന്നുണ്ടെ കഴുകി രാത്രി കിടക്കുമ്പോൾ കമ്പിളിക്ക് അടത്തിട്ട് വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് കിടക്കും. രാവിലെ എഴുന്നേൽക്കുന്നുണ്ടെ അത് നല്ല തേച്ച് നില പോലെ ഇരിക്കും. അങ്ങനെ പോകും. എന്നിട്ട് അത് പുറകിലൂടെ കീറി
അപ്പം ഭാര്യ അപ്പം കീറിയപ്പോൾ എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്. എന്ത് ചെയ്തു, അതുകൊണ്ട് തയ്ച്ചിട്ടാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം അത് തയ്ച്ചെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഒരു കുസൃതി ചെറുക്കൻ മകൻ്റെ പാൻറ്റിൻ്റെ പുറയിൽ പെൻസിലിട്ട് കീപ്പോട്ടിഞ്ഞ് വലിച്ചു. അപ്പോൾ മുഴുവൻ അങ്ങ് കീറിപ്പോയപ്പോൾ മോൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ സ്കൂൾ ബാഗ് കൊണ്ട് പുറവശം മറച്ചാണ് വന്നിട്ട് ഞാൻ അപ്പോൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ അടുക്ക വന്നു, പപ്പ നാളെ മുതൽ സ്കൂളിൽ പോകാൻ ഒക്കുകയില്ല. അപ്പം ഞാൻ പറയും എന്താ മോന് ഇതേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബാഗ് മാറ്റിയപ്പോൾ ഇവിടെ മുഴുവനും കീറി റിപ്പയർ ചെയ്യാൻ ഒക്കുകയില്ല. ആ നിലയിലായി. ഞാൻ പറഞ്ഞു സാരമില്ല മോനെ, കർത്താവ് ഗ്രഹിക്കും. അത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബോംബെയിൽ നിന്നൊരു മണി ഓർഡർ വരും. ആ മണി ഓർഡർ കൂപ്പണിൽ എഴുതിയിട്ടുണ്ട്, ദിസ് ഈസ് ഫോർ ദ സ്കൂൾ യൂണിഫോം ഓഫ് യുവർ ചിൽഡ്രൻ. അപ്പം ഞാൻ ഉടനെ മോനെ വിളിച്ചിട്ട്, മോനെ ഇതൊന്ന് വായിച്ചു. അപ്പം ആ മണി ഓർഡർ അയച്ചത് ആരാണെന്ന് എനിക്ക് ഒരറിയുമില്ല. അയച്ചത് ആരാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. പിന്നെ അവർക്ക് മറുപടി അയച്ചപ്പോൾ മനസ്സിലായി ഇന്നാരാണെന്ന്. അപ്പോൾ അന്നേരം വായിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ ഞങ്ങൾ തേടി പിടിച്ച് നിങ്ങളുടെ അഡ്രസ്സ് എടുത്തുകൊണ്ട് 300 അതുകൊണ്ട് ആ 300 രൂപ കൊടുത്തുകൊണ്ട് അന്ന് തന്നെ പോയി യൂണിഫോം എടുത്തു. പിറ്റേ ദിവസം അന്ന് തന്നെ തയ്പ്പിച്ചു. മോനും മോൾക്കും സ്കൂളിൽ പോകാനിടയായി. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, എൻ്റെ മകൻ്റെ സ്കൂൾ യൂണിഫോം കീറുമെന്നുള്ളത് ആര് നേരത്തെ കണ്ടു? എൻ്റെ പിതാവ് കണ്ടു. അത് കീറിക്കൊണ്ട് വരുമ്പോൾ കുറഞ്ഞത് 2 ആഴ്ചയ്ക്ക് മുമ്പിലെങ്കിലും പിതാവ് കണ്ടിട്ട് അന്നത്തെ 300 രൂപ ഇന്നത്തെ നല്ല കൂടുതൽ വിലയുള്ളതാണ്. ആ 2 കുഞ്ഞുങ്ങൾക്ക് യൂണിഫോം എടുക്കാനുള്ള പണം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് കീറുമെന്ന് എനിക്കറിഞ്ഞുകൂടാ, എൻ്റെ ഭാര്യയ്ക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ വസ്ത്രം കീറുമെന്നുള്ളത് ആർക്കറിയാമായിരുന്നു? പിതാവിനറിയാമായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരനുഭവം പറയും. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ അനുഭവിച്ചിട്ടാണ് പറയുന്നത് ഞാൻ അപ്പൻ്റെ മകനാണെന്ന്. അപ്പോൾ ഈ കഷ്ടങ്ങളെല്ലാം വരുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന അനുഭവത്തിൽ കൂടെ എൻ്റെ പുത്രത്വത്തെ ഉറപ്പിക്കുകയാണ്. എൻ്റെ അപ്പൻ എന്നെക്കുറിച്ച് ചിന്തയുണ്ട്, എൻ്റെ അപ്പൻ എന്നെക്കുറിച്ച് അറിയാം. ആ മകൻ അവൻ വായിച്ചിട്ട് ഇംഗ്ലീഷിലാണ് എഴുതിയിരുന്നത്, അതുകൊണ്ട് അവന് വായിച്ചിട്ട് ഇന്ന് കർത്താവിൻ്റെ വേലയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞു, അങ്ങനെ എത്ര കാര്യങ്ങൾ രാത്രി മുഴുവൻ പറഞ്ഞാലും തീരുകയില്ല. അങ്ങനെ എൻ്റെ അപ്പനെ അനുഭവിപ്പാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും കുറവോ എവിടെങ്കിലും വന്നാൽ അപ്പനെ മനസ്സിലാക്കാനുള്ള അവസ്ഥയാണത്. ഏതെങ്കിലും കുറവോ എവിടെങ്കിലും കുറവ് വന്നാൽ അപ്പനെ ഒന്ന് അനുഭവിച്ചറിയാൻ, അത് രോഗമാകട്ടെ, നിന്ദയാകട്ടെ, അപമാനമാകട്ടെ. അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നത് പുത്രത്വത്തിൻ്റെ ആത്മാ. ഇന്ന് അടിമ മക്കളും പുത്രന്മാരും ഒന്നിച്ച് കിടക്കുന്നതുകൊണ്ട് എല്ലാവരും ഒരുപോലെ അടിമത്വത്തിലേക്ക് പോവുകയാണ്. ഇന്ന് സഭയിൽ ഒരുപാട് അടിമ മക്കൾ കയറിയിട്ടുണ്ട്. കാരണം അവർ ജനിച്ചിട്ടില്ല. അവരെന്തിനു വേണ്ടിയാണ് വന്നത്? അടിമക്കൾ വന്നത് എന്തിനു വേണ്ടിയാണ്? ജോലി കിട്ടാനും അതുപോലെ കല്യാണം കഴിക്കാനും പ്രയാസങ്ങൾ മാറാനും രോഗസൗഖ്യത്തിനും വേണ്ടി സഭയിൽ കയറി വന്നിരിക്കുക. അവരിൽ വചനമാകുന്ന വിത്ത് വന്നിട്ടില്ല. അവരെ പിടിച്ച് മുക്കിയപ്പോൾ മുങ്ങി. കുറച്ച് അന്യഭാഷ പറയാൻ പറയുമ്പോൾ എല്ലാവരും കൂടി കുളിക്കപ്പോൾ അവരും കുറച്ച് പപ്പ പറഞ്ഞു, അന്യഭാഷയും കിട്ടി. അപ്പോൾ അവർ വിചാരിക്കാൻ ഞങ്ങൾ പോവുകയാണെന്ന്. അല്ല, പുത്രന്മാരായിട്ടില്ല. ഇതിനകത്ത് നടക്കുന്ന വഞ്ചന എത്ര വലുതാണ്, എത്ര വലിയ വഞ്ചനയാണ്. ഞങ്ങളുടെ അവിടെ ശ്യാംലാലിൻ്റെ ഭാര്യയും അവരുടെ കാര്യം പറയാം. ഹിന്ദുക്കളാണ് ശ്യാംലാലും ഭാര്യയും. അവരറിഞ്ഞു ഞങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്ന് രോഗികളുടെ സൗഖ്യമാകും. അപ്പോൾ അവരൊരു കുഞ്ഞിനെ, അവരുടെ മൂത്ത മകൻ, അവന് 13 വയസ്സുണ്ട്, പാരലൈസാണ്. ഇങ്ങനെ പാരലൈസായിട്ടിരിക്കുകയാണ്. കല്ല് പോലെ വടി പോലെ അവനെ എടുത്തുകൊണ്ട് നടക്കണം. അവൻ കൊണ്ടുവന്നു. അപ്പം ഞാൻ കർത്താവേ നിൻ്റെ ഹിതമെങ്കിൽ ഈ കുഞ്ഞിനെ സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ പിറ്റേ ദിവസം വരാൻ തുടങ്ങി. അങ്ങനെ വന്ന് ഞാൻ ഒരിക്കലും അവരോട് പറഞ്ഞില്ല യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സൗഖ്യമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ വന്നാൽ എവിടെ യോഗത്തിന് പോയാലും ആയിരക്കണക്കിന് ആളുകൾ കാണും. അവർക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുത്തരോടും പറയത്തില്ല യേശുവിൽ വിശ്വസിക്കണം. നിങ്ങൾ പറഞ്ഞ കേട്ടോ നിങ്ങൾ ഒരുത്തരോടും യേശുവിൽ വിശ്വസിക്കണമെന്ന് പറയത്തില്ല. എൻ്റെ വിശ്വാസം ഉപയോഗിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എത്ര പേര് സൗഖ്യമാകുന്നു, കുരുടന്മാർ സൗഖ്യമാകുന്നു, മുടന്തർ സൗഖ്യമാകുന്നു. പിന്നെ അവർ വീണ്ടും വരുമ്പോൾ പറയും ഞങ്ങൾക്ക് യേശുവിനെയാണ്. ഞാൻ പറയാം അത് കുറച്ച് മുതൽ മുടക്കുള്ളതാന്ന് പറയും. ഈ സൗഖ്യം ഫ്രീയാ, അതിന് പണമൊന്നും ഇടണ്ട. സൗഖ്യം എന്തിനാ?
അത് പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നൽകുന്നതാണ്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറയും നിങ്ങൾ എന്ത് ചെയ്യണം? മുതൽ മുടക്ക് കൊടുത്തേ ഒക്കുള്ളൂ. സൗഖ്യം ഫ്രീ ആണ്. എന്നാൽ ഇവിടെ എങ്ങനെയാണ്? യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? സൗഖ്യം വരും. പ്രാസംഗന്മാർ എഴുന്നേറ്റ് പറയും അവിടെ 10 പേര് സൗഖ്യമായി, ഇവിടെ നിങ്ങൾ വിളിച്ചു. അപ്പോഴെല്ലാവരും ഹൈപ്പർ ടെൻഷനായിട്ട് അങ്ങ് കാത്തിരിക്കുക. ഇപ്പം അങ്ങ് സൗഖ്യമാവും. ഇമോഷൻ വർദ്ധിപ്പിക്കുകയാണ്. അതല്ല സുവിശേഷം. കർത്താവ് പറഞ്ഞത് പോയി രോഗികളെ സൗഖ്യമാക്കുകയും, അതാ പറയുന്നത്. നമുക്ക് അധികാരം തന്നിരിക്കുന്നു. അവരുടെ വിശ്വാസമല്ല നമ്മുടെ ചിന്ത. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് തന്ന അധികാരത്തെ ഉപയോഗിക്കുക. ഭൂതങ്ങളെ പുറത്താക്കുന്ന അവരുടെ വിശ്വാസം അനുസരിച്ച് നമ്മുടെ വിശ്വാസം. രോഗികളെ സൗഖ്യമൊക്കെ നമ്മുടെ വിശ്വാസമാണ്. കർത്താവ് അങ്ങനെ അധികാരം തന്നെ. അവർ വിശ്വസിക്കുന്നത്. ഇന്ന് പ്രാസംഗികന്മാർ ചെയ്യുന്ന എന്താണ്? അവർ സൗഖ്യമായി നീ വിശ്വസിച്ചില്ല, അതുകൊണ്ട് നിന്റെ നടന്നില്ല. വിശ്വസിച്ചവരുടെ ഉണ്ടായി, നിന്റെ നടന്നില്ല. കൈ കഴുകാൻ എളുപ്പമല്ലയോ? നിനക്ക് വിശ്വാസം ഉണ്ടാക്കി നടന്നേന്. എന്തൊക്കെ അന്യായമായി ഇന്ന് സുവിശേഷ കോളത്തിൽ നടക്കുന്നത്. വചനത്തിന് വിരുദ്ധമായി അന്യായമായിട്ട് ചെയ്യുന്ന പരിപാടി. ഞാൻ ഇവരുടെ കാര്യം പറയട്ടെ. ഈ ശ്യാംലാൽ ഹിന്ദുക്കളാണ്. വന്നു, ഞാൻ പ്രാർത്ഥിച്ചു, സഹോദര കർത്താവ് എന്നിൻ്റെ ഈ കുഞ്ഞിനെ സൗഖ്യമാക്കണേ. സൗഖ്യമായില്ല. അവരെല്ലാ ആഴ്ചയും വന്നുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ 1 മാസമായപ്പം മറ്റുള്ള ഹിന്ദുക്കൾ ചോദിച്ചു, നിന്റെ കുഞ്ഞിനൊരു സൗഖ്യം വന്നില്ലല്ലോ, നീ പിന്നെ എന്തിനാ പോകുന്നത്? ഉടനെ പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് പോയത്, എന്നാൽ പിന്നെ അതിനേക്കാൾ മേന്മയായത് ഞങ്ങളുടെ രക്ഷയ്ക്കുള്ളത് ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ പോയി 1 വർഷമായി, ഏകദേശം 9-10 മാസമായി. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ. അപ്പോൾ അതിൻ്റെ ഇളയൊരു മകനുണ്ടായി, 10-11 വയസ്സുള്ളത്. സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു, നിന്റെ കുഞ്ഞിവിടെ മയങ്ങിക്കിടക്കുന്നു, ഛർദ്ദിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ പോയി കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന മെഡിക്കൽ കോളേജിനടുത്താണ് അവരുടെ വീട്. ഞാൻ പറഞ്ഞു, സഹോദര കോളേജിലോട്ട് കൊണ്ടുപോകും, ഈ കുഞ്ഞ് സീരിയസ് ബോധമില്ലല്ലോ. ഉടനെ പറഞ്ഞ്, ഈ കുഞ്ഞ് മരിച്ചാലും ഇല്ലെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നാൽ അന്ന് രാത്രി ആ കുഞ്ഞ് മരിച്ചു. ആരോഗ്യമുള്ള മകൻ മരിച്ചു. അവനെ കൊണ്ടടക്കി. പിറ്റേ ദിവസം അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഈ രോഗിയായ കുഞ്ഞിനെ കൂടെ കർത്താവ് സൗഖ്യമാക്കുമെന്ന്. ഞാൻ വേറൊരു വിശേഷ വേലയ്ക്ക് പോയിച്ചു വന്നപ്പോൾ അറിഞ്ഞു ആ കുഞ്ഞും ദീനമായി അതും അങ്ങ് മരിച്ചു. ആരോഗ്യമുള്ളതും മരിച്ചു, ആരോഗ്യമില്ലാത്തതും. അപ്പം ബന്ധുക്കാരെല്ലാം കൊണ്ടുള്ള ഈ കല്ലൊക്കെ എടുത്തെറിയാനൊക്കെ വന്ന് എന്തിനായി ഇതിൻ്റെ പുറകെ? അവൻ പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ പോയത്, സത്യദൈവത്തെ അറിയാൻ. അപ്പോൾ യേശുക്രിസ്തുവിൽ വന്നതുകൊണ്ട് അവരുടെ 2 ആൺമക്കളും മരിച്ചു വിശ്വാസത്തിൽ. ഇന്ന് ജമ്മുവിലെ നല്ലൊരു വേലക്കാരനായി ആ ശ്യാംലാലും അവൻ്റെ ഭാര്യ എന്നെ ജയിലിൽ കൊണ്ടുപോയി. എന്നെ ജയിലിലിട്ടിരിക്കുമ്പോൾ 15 പ്രാവശ്യം SP വിളിച്ചവന്. 1-2 പ്രാവശ്യമല്ല, 15 പ്രാവശ്യം ജമ്മുവിലുള്ള SP അവനെ അവൻ്റെ മകനെയും വിളിച്ചു. നിന്നെ നിർബന്ധമായി ക്രിസ്ത്യാനിയാക്കിയതല്ലേ എന്ന് പറയാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, എൻ്റെ സ്വമനസാൽ. 1 പ്രാവശ്യം SP ചെവിക്കുറ്റിക്ക് ശക്തിയായിട്ട് ഒരു അടിയും കൊടുത്തു. അവൻ പറഞ്ഞു, യേശു രക്ഷിതാവെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് SPക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കഴിഞ്ഞില്ല. 1-2 പ്രാവശ്യം 15 പ്രാവശ്യം അവനെ വിളിച്ചു. 2 മകൾ മരിച്ചു. എന്താ? എന്നിട്ട് സ്ഥിരമായി നിന്നത് അകത്ത് വിത്തണം പുത്രനാണ്. ആരാണ് അവൻ? പുത്രനായി ജനിച്ചവനാണ്. ഇങ്ങനെ എത്ര കഥയാണ് പറയാനുള്ളത്, അനുഭവങ്ങളാണ് പറയാനുള്ളത്. ഈ പുത്രത്വത്തിൻ്റെ വിത്തെന്ന് പറയുന്നത് സാധാരണ വിത്തല്ല. അത് എങ്ങനെയുള്ള വിത്ത്? ആ വിത്തത്തിൻ്റെ ശക്തി എന്ന് വായിച്ചാൽ 1 പത്രോസ് 1:23, പല പത്രോസെ കത്തേസ് വായിച്ചാൽ പുത്രത്തിൻ്റെ ശക്തി എന്താണ്? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ നിലനിൽക്കുന്നതുമായ വിത്താണ്. ഹല്ലേലൂയ. ആ വിത്താണ് ദൈവവചനം. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ വിത്ത്. 2-3 വർഷങ്ങൾക്ക് മുൻപ് കുരുക്ഷേത്ര എന്ന് പറയുന്ന സ്ഥലത്ത്, അത് ഹിന്ദുക്കളുടെ വലിയ ക്ഷേത്രമാണ്. അവിടെ സിഖുകാരുമുണ്ട്. അവിടെ കർത്താവിൻ്റെ വേല പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഒരു സിഖ് മതത്തിൽ നിന്ന് വന്ന് 22-23 വയസ്സുള്ള ഒരു സഹോദരനെ, അവൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകമൊക്കെ പ്രാപിച്ചു. അപ്പോൾ അവൻ്റെ അപ്പനും അമ്മയും അമ്മാച്ചന്മാരെല്ലാം വളരെ വൈരാഗ്യമായി. അവരവൻ്റെ ഉടുപ്പൂരിയിട്ട് അവൻ്റെ പുറത്തെ തൊലി ഈ കഴുത്തിൻ്റെ ഇവിടുന്ന് താഴെ വരെ ഈ കത്തി കൊണ്ടിങ്ങനെ കണ്ടിച്ചിട്ട് ഉരിച്ചു. ഇങ്ങനെ മുറിക്കല്ല, കീപ്പോട്ടങ്ങ് ഉരിഞ്ഞു. ഒടുവിൽ
ചിലർ കൂടിയൊന്ന് കൊണ്ടുവന്ന് അവരെ ഇവിടെ മുതൽ ഇവിടെ വരെ ഉരിച്ചിട്ടിരിക്കുക. സ്വന്തം അപ്പനും അവൻ്റെ അമ്മാച്ചന്മാരെല്ലാം കൂടെ ചെയ്തതാണ്. ഉടനെ ഞാൻ ചോദിച്ചു, സഹോദര നിനക്ക് വേദനയില്ലേ, നിനക്ക് പ്രയാസമില്ലേ? ഉടനെ പറഞ്ഞു, എൻ്റെ യേശുവിൻ്റെ പുറത്ത് ചാട്ടവാറുകൊണ്ട് എത്ര അടിച്ചു, എൻ്റെ യേശുവിൻ്റെ പുറത്തെ മാംസം എത്രമാത്രം ഉരിച്ചു കളഞ്ഞു, ഓരോ ചാട്ടവാറ, ഇത് ചെറുതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ പുറത്ത് ഞാൻ എണ്ണ തേക്കാൻ ഒക്കുകയില്ല, ഈ എണ്ണ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ടിട്ടു. അപ്പോൾ ഞങ്ങൾ കാണുക പുതിയ തൊലി വരുന്ന ഇടയായി. പുതിയ തൊലി അവിടെ എല്ലാം വന്ന് ആ ചോര നിറം മാറി. ഇന്ന് അവൻ്റെ അപ്പനും ആ ഉപദ്രവിച്ച അമ്മാച്ചനും മറ്റവരെല്ലാം വിശ്വാസികളാണ്. അവരും വിശ്വാസികളാണ്. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ ഉണ്ടാകാൻ കാരണം എന്താണ്? ആ 22 അവന് കൺവെൻഷൻ പ്രസംഗമൊന്നും കേട്ടിട്ടില്ല. നമ്മുടെ ഇവിടുത്തെ പോലെ റിവൈവൽ മീറ്റിംഗ് ഇല്ല. സിഖ് കുടുംബത്തിൽ ജനിച്ചത് കുറച്ച് കേട്ട വചനമേ ഉള്ളൂ. പ്രസംഗവും ബൈബിൾ ക്ലാസ്സും ഒന്നുമില്ല. എന്നാൽ അകത്ത് കയറിയത് വിത്തായിരുന്നു. അവന് പ്രാർത്ഥിക്കാൻ ആരും സഹായിക്കാനില്ലായിരുന്നു. അകത്ത് കയറിയത് വിത്താണ്. ഇപ്പം ഞങ്ങളുടെ കൂടെ ഇവിടെ പ്രവീൺ എന്ന് പറഞ്ഞ സഹോദരൻ വന്നിട്ടുണ്ട്. ഉയർന്ന ജാതിയിൽ നിന്നുള്ള വലിയ സൗകര്യമൊക്കെ ഉള്ളവരായിരുന്നു. ഇവിടെ വീടൊക്കെ കണ്ടാൽ വലിയ സൗകര്യവും വലിയ ഇതൊക്കെ ഉള്ളവരാ. കർത്താവിന് വേണ്ടി വന്നതിന് ശേഷം എന്തെല്ലാം സഹിക്കേണ്ടി വന്നു. അത് ഇപ്പോൾ അവരുടെ വീട്ടിലൊരു സഭയുണ്ട്. കർത്താവ് തന്നെ സഭയായി അദ്ദേഹമാണ് സഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളം കാണാനായിട്ടാണ് നമ്മൾ പറയുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. എങ്കിലും ഞാൻ പറഞ്ഞത്, വിത്ത് വരാത്ത പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിൽ ഇന്ന് നടക്കുന്ന. കൂടുതലും എന്താ? രണ്ടാം മക്കളല്ല, അടിമ മക്കളെ ഉണ്ടാക്കുക. അടിമ മക്കൾ. ഈ അന്യായം നിങ്ങൾ എത്ര നാൾ സഹിക്കും? പുത്രത്വത്തിൻ്റെ ആത്മാവ്, ഞാൻ പുത്രനാണ്, ഹല്ലേലൂയ, ഞാൻ പുത്രനാണ്. അപ്പോൾ പുത്രന്മാരെ ദൈവപുത്രനായി ജനിക്കാനായാൽ നമ്മുടെ പിതാവിന് നമ്മളെ പുത്രനാക്കണം. അതെങ്ങനെയാ? എബ്രായ ലേഖനം 12:6 മുതൽ 11 വരെ ഒന്ന് വായിച്ചാൽ നമ്മളെ പുത്രന്മാരാക്കുന്നത് എങ്ങനെയാ? എബ്രായ ലേഖനം 12:6 മുതൽ 11 വരെ. ഹിബ്രാനി 12:6-11 തक. ഹിബ്രു 12:6-11. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലിടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ആമേൻ. നമ്മുടെ അപ്പന് നമ്മെ വളർത്താൻ അറിയാം. എന്താ ആഗ്രഹിക്കുന്നത്? നാം അവന്റെ വിശുദ്ധി പ്രാപിക്കണം. നമ്മളെ ശിക്ഷിക്കുന്ന എന്തിനു വേണ്ടിയാണ്? 10-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാൽ. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കണം. അതിനുവേണ്ടി ചിലപ്പോൾ ചില ശിക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് കഷ്ടതയാകുന്ന ശിക്ഷണം. അത് മനസ്സിലാക്കുന്ന റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 18 വായിച്ചാൽ 8-18 വായിച്ചാൽ 8 റോമാലേഖനം 8-11 വായിച്ചാൽ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ. റോമാലേഖനം 8-ാം അധ്യായം 17-ാം വാക്യം വായിച്ചാൽ. 17
നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. ഈ മക്കളെങ്കിൽ അവനെ പോലെ തേജസ്കരിക്കപ്പെടണം. അതിനെന്താ മാർഗമേതാ? സുഖമായ ജീവിതം അല്ല. പ്രിയമുള്ളവരെ, മക്കളായിട്ട് അധികാരം പ്രാപിക്കണമെങ്കിൽ തേജസ് കിട്ടണം. തേജസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം നിങ്ങൾക്കൊക്കെ കാറുണ്ടല്ലോ, കാറുള്ള സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട് ഉണ്ട്. നിങ്ങളുടെ 2-3 വയസ്സുള്ള മകൻ്റെ നിങ്ങൾ കാറിൻ്റെ താക്കോൽ കൊടുക്കുമോ? പറഞ്ഞാൽ പപ്പ എൻ്റെ കാറാണിത്, ഞാനിത് കയറി ഓടിക്കാന്ന് പറഞ്ഞാൽ പപ്പായിക്കറിയാം. അത് കയറി തിരിച്ചടി ആരുടെയെങ്കിലും മേത്ത് കയറ്റിയിട്ട് അപകടമേ ഉണ്ടാകും. വേണേ ഒരു ടോയ് കാർ മേടിച്ചു കൊടുക്കും. എന്നാൽ അവനെ വളർത്തി 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 ഒടുവിൽ അവൻ്റെ കയ്യിൽ ആ താക്കോൽ കൊടുക്കുമ്പോൾ അപ്പന് സന്തോഷം കാണുമോ ഇല്ലയോ? എൻ്റെ മകൻ കാർ ഓടിക്കാറായി. അതുപോലെ നാം അവനെ പോലെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ മകൻ കാർ ഓടിക്കത്തക്ക പ്രാക്ടീസ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? വീട്ടിലിരുന്ന് ബോൾ കളിച്ചുകൊണ്ടിരുന്ന നോക്കുമോ? അടിച്ച് സ്കൂളിൽ വിടും. അടിച്ച് സ്കൂളിൽ വിടുമ്പോഴെന്തായത്, എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും എന്താ എന്നോട് ഇത്ര വൈരാഗ്യം, ഞാൻ മമ്മിയെ ഒന്നും കഷ്ടപ്പെടുത്തിയിട്ടില്ല. 5 വയസ്സ് സ്കൂളിൽ വിടുമ്പോൾ ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിയല്ലായിരുന്നു. ഒടിയിൽ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് വിടുമ്പോൾ കരഞ്ഞോണ്ടാ പോകുന്നത് അല്ലേ? അവിടെ ചെന്ന് സ്കൂളിൽ ചെന്നിരുന്ന് കരച്ചില്ല. അതൊരു എൻ്റെ മമ്മിക്ക് എന്തുവാ, ഞാൻ എന്താ ഈ ഭാരം കടിച്ച്, എന്നെ വെറുതെ വിട്ടേച്ചാൽ പോരായിരുന്നോ? അന്ന് പറയേ അവന് വളരെ ദുഃഖമായിരിക്കും. 1 വർഷമായി, 2 വർഷമായി, 3 വർഷമായി, 4 വർഷം അവിടത്തേക്ക് സമയത്ത് വിട്ടില്ലേ മമ്മിയോട്, പിന്നെ പറയും മമ്മി എന്താ എന്നെ വിടാത്തത്. അതാ ഇവിടെ. അതിനാൽ അഭ്യാസം വന്നവർക്ക് അതിൻ്റെ എബ്രാഹിം 12:11 വായിച്ചാൽ, 10-11 വായിച്ചാൽ അതിൻ്റെ അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരം എത്രയെന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ഇന്ന് സ്വർഗത്തിലെ ദൈവം ആരെങ്കിലും ശിക്ഷിക്കാനായി പിടിച്ച വിടുതലുകാർ അവരെ ട്രക്ക് കൊണ്ടുവന്ന് എല്ലാവരുടെയും ശിക്ഷയും എടുത്തുകൊണ്ട് അവരെ വിടുതൽ തന്നേച്ചങ്ങ് പോകും. കാരണം വിടുതൽ ശുശ്രൂഷ ഉണ്ടല്ലോ. ഇന്നത്തെ വലിയ ശുശ്രൂഷയാണ് എന്താണ്? വിടുതലുകാർ വരും, വലിയ ട്രക്കുമായിട്ട് വരും. വന്നിട്ട് എല്ലാ 1000-കണക്കിന് 10,000-കണക്കിന് ദൈവമക്കളുടെ എല്ലാ പ്രയാസങ്ങളും അവരുടെ ട്രക്കിൽ ലോഡ് ചെയ്തങ്ങ് കൊണ്ടുപോകും. എല്ലാവരെയും അനുഗ്രഹിച്ചങ്ങ് പോകും. അതല്ലയോ ഇന്ന് നടക്കുന്ന കേരളത്തിൽ? ഇന്ന് വിടുതൽ വല്ലതും ആയിരുന്നെങ്കിൽ ഇവിടെ എങ്ങും സ്ഥലം കാണുകയില്ലായിരുന്നു. കുന്നംകുളത്തുള്ള എല്ലാവരും എന്ത് തിക്കായിരിക്കും എന്നായിരിക്കും. കാരണം അപ്പം ഞാനിവിടെ വന്ന് എൻ്റെ ട്രക്കിൽ കൊണ്ടുവന്ന് വിടുതലുകാരുടെ എല്ലാ പ്രയാസങ്ങളും അതിനകത്ത് ലോഡ് ചെയ്തങ്ങ് പോയി യേശുവിൻ്റെ നാം സാധനമായി പോയി. നിങ്ങൾ കുറച്ച് പണവും തന്നു, ഞാൻ പണവും മേടിച്ചോണ്ട് ഞാൻ സ്ഥലം വിടും. വിടുതലല്ല വേണ്ടിയത്, യേശുവിനെ പോലെ ആയിത്തീരുക. മക്കൾ അപ്പനെ പോലെ പ്രായപൂർത്തിയാകുക. ആ പ്രായപൂർത്തിയാകുകയാണെങ്കിൽ കുഞ്ഞിനെ സ്കൂളിൽ വിടുമ്പോൾ അടിച്ചൊക്കെ വിടും, പോയി സ്കൂളിൽ പഠിച്ചു വന്നു. പിന്നെ പ്രായമായി, പിന്നെ ഡ്രൈവിംഗ് പഠിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞപ്പോൾ മോനെ നീ ഓടിച്ചോ വണ്ടി ഇനി. ഹല്ലേലൂയ. അതുപോലെ സ്വർഗസ്ഥനായ ദൈവം നമ്മെ അവനെ പോലെ ആക്കാൻ ആഗ്രഹിക്കുന്നത്. അത് കർത്താവിൻ്റെ വരദാസം. ഇന്ന് വൈകിട്ട് ഇതിലെ വിഷയത്തിലേക്ക് പോകാം. അപ്പോൾ ആ നിലയിലേക്ക് നമ്മൾ വരണമെങ്കിൽ ഏത് മാർഗത്തിൽ കൂടെ പോകണം? കഷ്ടത്തിൻ്റെ മാർഗം. അത് നമ്മളെ ശിക്ഷിക്കാനല്ല, നമ്മളെ അവനെ പോലെ ആക്കാനാണ്. ഇന്നത്തെ പ്രാസംഗികന്മാർ പറയും, ഓ കഷ്ടമൊക്കെ എന്തിനാ, നമ്മുടെ യേശു കഷ്ടം അനുഭവിച്ചല്ലോ, നമ്മളെ യേശു കഷ്ടം അനുഭവിച്ചു, ഇനി നമ്മളൊരു കഷ്ടവും അനുഭവിക്കേണ്ട. യേശു രോഗം അനുഭവിച്ചവർ നമ്മൾ രോഗം അനുഭവിക്കേണ്ട, നമ്മൾ കഷ്ടമൊന്നും അനുഭവിക്കേണ്ട. അവർക്ക് വേദപുസ്തകം അറിഞ്ഞുകൂടാ, ദൈവവചനം അവർ പഠിച്ചിട്ടില്ല. ഈ ദൈവവചനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഈ ഡോക്ടറേറ്റ് എടുത്താലും ഒന്നും ദൈവവചനം അറിഞ്ഞുകൂടാ. ദൈവവചനത്തിന് ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കാൻ ആരും യോഗ്യരാരുമില്ല. കോഴ്സ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, 4 വർഷം പഠിച്ചു 5 വർഷം പഠിച്ചു എന്നുള്ളതല്ലാതെ
വചനത്തിന് ഡിഗ്രി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര മഠയത്തരമാണ്. സയൻസിന് ഡിഗ്രി എടുക്കാം, ഇംഗ്ലീഷിന് എടുക്കാം, ജോഗ്രഫിക്ക് എടുക്കാം, എല്ലാത്തിനും. ഞാൻ ഒരു പ്രാവശ്യം അമേരിക്കയിൽ പാസ്റ്റേഴ്സ് കോൺഫറൻസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. തുടരെ 4,000-5,000 പാസ്റ്റേഴ്സ് ഉണ്ട്. പാസ്റ്റേഴ്സ് കോൺഫറൻസാണ്. ഇവിടെ എല്ലാം പറഞ്ഞപ്പോൾ അടുത്ത പ്രധാന പ്രാസംഗികൻ എന്ന് പറഞ്ഞു, ഡോക്ടർ സാമുവേൽ ഇപ്പം വന്ന് നമ്മളെ പഠിപ്പിക്കും. ഞാൻ സ്റ്റേജിലോട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പനിയോ ഒന്നും നോക്കാൻ എനിക്കറിയില്ല, എനിക്ക് സ്റ്റെതസ്കോപ്പ് പിടിക്കാൻ പോലും അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. പറഞ്ഞു സ്റ്റെതസ്കോപ്പ് അല്ല, ബൈബിൾ ഡിഗ്രി. ഞാൻ പറഞ്ഞു, ഈ വലിയ സമുദ്രത്തിൽ ഞാൻ ഏറ്റവും താണ നഴ്സറി ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഈ സമുദ്രത്തിൽ നിന്ന് ഒരു സ്പൂൺ കൊണ്ട് ഓരോ സ്പൂണ് കോരി കുടിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ഇതിൻ്റെ ഒരു ഡോക്ടറും എനിക്കില്ല എന്ന് പറഞ്ഞു. ഉടനെ അവിടുത്തെ പാസ്റ്റർ പുള്ളിക്കാൻ 3 ഡോക്ടറേറ്റ് ഉണ്ട്. അപ്പം ഞാൻ 3 ഡോക്ടറേറ്റ് ആണെന്നാണല്ലോ എഴുതുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാം ആരാ, എങ്ങനെയുള്ളവരാ, പ്രാന്തന്മാരാണോ, ബുദ്ധികെട്ടവരാണോ? ഞാൻ നിങ്ങളെ വിധിക്കാൻ എനിക്ക് കാര്യമില്ല, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇംഗ്ലീഷിനും മാത്സിനും ഒക്കെ ഡോക്ടറേറ്റ് എടുക്കുക, കോഴ്സ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇത്ര വർഷം പഠിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ചിലർക്കൊരു ചിന്തയുണ്ട്, എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട് അതുകൊണ്ട് വചനം അറിയാം. സഹോദരൻ, നിനക്ക് വചനം അറിയത്തില്ല, അതുകൊണ്ടാണ് ഈ ഡോക്ടറേറ്റ് വെച്ചുകൊണ്ടിരിക്കുന്നത്. വചനം അറിയാതെ ഡോക്ടറേറ്റ് വയ്ക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ അല്പമൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞ് നടന്നുള്ള കാര്യം നടക്കില്ല. വചനത്തിൻ്റെ ആഴം ഗ്രഹിക്കണം. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ആഴം, വചനത്തിൻ്റെ ആഴം. ഇന്ന് തന്നെ ഞാൻ പുത്രത്തിൻ്റെ ആത്മാവും ദാസത്തിൻ്റെ ആത്മാവിനെയും കുറിച്ചൊന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര ദൈവത്തിൻ്റെ ശക്തിയാണ് എൻ്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരുന്നത്. എത്ര ആഴത്തിലേക്ക് കർത്താവ് കൊണ്ടുപോയി. എത്ര പ്രാവശ്യം ഇത് പഠിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ പഠിച്ചത് ഞാൻ ഒരിക്കലും ഇതിനു മുമ്പ് അനുഭവിക്കാത്തതാണ് ഇന്ന് രാവിലെ അനുഭവിക്കാനിടയായി. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കഷ്ടതയിൽ കൂടാണ് പുത്രത്വം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അത് നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പം അടുക്കളയിൽ ആഹാരം ഇന്ന് ഇച്ചിരി താമസിച്ചുള്ളൂ. വേലക്കാരനാണെങ്കിൽ എനിക്ക് ചോറ് വേണേന്ന് ഉണ്ടാക്കും. എന്നാൽ മകനാണെങ്കിൽ അറിയാം, വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കി എനിക്ക് എന്ത് കിട്ടുമെന്ന് വലിയൊരു തൃപ്തിയുണ്ട്. എന്നാൽ മറ്റവനാണോ, വേലക്കാരനോ, എനിക്ക് വീടിൻ്റെ പണിയല്ല കാര്യം, എൻ്റെ വയറിൻ്റെ വിശപ്പാണ്. മകനാണെങ്കിൽ എന്ത് പറയും, വീടിൻ്റെ പണി നടക്കട്ടെ, കർത്താവിൻ്റെ രാജ്യം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ ആഹാരം എന്താണ്? എന്നെ അയച്ചവൻ്റെ അവൻ്റെ ഇഷ്ടം അനുസരിച്ച് നടക്കണം, അവൻ്റെ വേല തികയ്ക്കണം. അതാണ് എൻ്റെ ആഹാരം. ഹല്ലേലൂയ. അതാണ് എൻ്റെ ആഹാരം. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് കഥയല്ല പറയുന്നത്, ജീവൻ്റെ വചനമാണ് പറയുന്നത്, ജീവിപ്പിക്കുന്ന വചനമാണ് പറയുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ഹല്ലേലൂയ. എത്ര ആയിരം ദൂതന്മാരിവിടെ ഉണ്ടെന്നറിയാമോ? എന്തുകൊണ്ടാണ് ദൂതന്മാർ വന്നിരിക്കുന്നത്? പുത്രന്മാരായതുകൊണ്ടാണ്. ഹല്ലേലൂയ. പുത്രത്തിൻ്റെ ബ്ലഡ് നമ്മൾ പുത്രനായതുകൊണ്ട് ദൂതന് വന്നേ ഒക്കുകയുള്ളൂ, അല്ലെങ്കിൽ ദൂതൻ വരേണ്ട യാതൊരു ആവശ്യമില്ല. വായിച്ചാട്ട് മത്തായി 18:10 വായിച്ചാട്ട്. മത്തായി 18:10. മാത്യു 18:10 വായിച്ചാട്ട്. മാത്യു 18:10. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അവരുടെ ദൂതന്മാർ. അപ്പൊ ഏറ്റവും പാവപ്പെട്ടവനായ ഒരു വിശ്വാസി ചെറ്റപ്പുരയിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ മരത്തിന്റെ ചുവട്ടിലാണ് കിടക്കുന്നത്, പുറമ്പോക്ക് സ്ഥലത്തിലാണ് കിടക്കുന്നത്, എങ്കിലും അവനെ കാപ്പാൻ ദൂതൻ അവിടെ ഉണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ് അവർ ദൈവത്തിന്റെ മക്കളല്ലാത്തതുകൊണ്ട് പട്ടാളക്കാർ കാണും, ദൂതന്മാരാരും അവിടെ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം എത്ര വലിയ VIP-കളാണെന്നറിയാമോ? എന്താ നമ്മൾ VIP ആയത്? എന്താ? നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? പുത്രൻ. ഞാൻ ശ്രീനഗറിൽ ഈ ഇമാം ഈ മുസ്ലിങ്ങളുടെ വലിയ പണ്ഡിതന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അവരെല്ലാം ഇറാനിൽ പോയി വലിയ ഡിഗ്രിയൊക്കെ എടുത്തുകൊണ്ട് വന്നവരാണ്. അവരാണ് ഈ മറ്റവരെ പഠിപ്പിക്കുന്നത്. അവർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു പ്രത്യേക ക്ലാസ്, ഒരാഴ്ചത്തെ ക്ലാസ് വെച്ചിരുന്നു. ഈ മുസ്ലിങ്ങളുടെ പള്ളികളിൽ ആരാധിക്കുന്നവരെ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി. അതൊരു ഓൾ ഇന്ത്യ റേഡിയോ ബ്രോഡ്കാസ്റ്ററുടെ ഒരു വീട് മുസ്ലിമാണ്. കാരണം പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ, കാരണം നമ്മുടെ വളരെ പ്രയാസമുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ വെച്ചാണ്. അപ്പോൾ അവർക്ക് ഒരാഴ്ചത്തെ അവർക്കെല്ലാം ആഹാര കാര്യങ്ങൾ ക്രമീകരിച്ചു, എല്ലാം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് യേശുക്രിസ്തു മാത്രം ദൈവം എന്നുള്ള വിഷയമാണ് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ജ്ഞാനികളായിട്ട് അവർ ആഴമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ന്യൂസ് എങ്ങനെയോ വെളിയിലറിഞ്ഞു. എന്നെ വെടിവെക്കാനായിട്ട് 2 ആളുകളെ അവർ മറ്റുള്ളൊരു മുസ്ലിങ്ങൾ ക്രമീകരിച്ചു. അപ്പോൾ ഞാനിതൊന്നും അറിയുന്നില്ല. ഒരു ദിവസം ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അല്പം വിശ്രമിക്കാനാണ് പോയി, അവരോട് ആഹാരം കഴിച്ച് വിശ്രമിക്കാൻ പോയി. വൈകിട്ട് ഞാൻ മടങ്ങി വന്നപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് നിന്നെ വെടിവെക്കാൻ 2 പേര് വന്നിരുന്നു. അവരുടെ ഈ മുസ്ലിങ്ങളെ തണുപ്പിനകത്ത് വലിയൊരു കോട്ടുണ്ട്. ആ കോട്ടിനകത്ത് അവർ 2 പേരും ഓരോ പിസ്റ്റൾ ഇട്ടുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുമ്പോൾ വലിയ ആൾക്കൂട്ടമില്ല, മൊത്തം 20 പേരേ ഉള്ളൂ. അപ്പം നല്ലൊരു മുറിയാണ്. അവിടെ വെച്ച് എന്നെ വെടിവെക്കാനാണ് വന്ന്. അവർ ആ കോട്ടിനകത്തുനിന്ന് പിസ്റ്റൾ എടുക്കാൻ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. പിസ്റ്റൾ എടുക്കാനായിട്ട് അവർ കൈയിടുമ്പോൾ അവർ പറഞ്ഞത് വിരൽ മടങ്ങുന്നില്ല. വിരൽ മടങ്ങിയിലേ പിസ്റ്റൾ പിടിക്കാനൊക്കെ ഉള്ളൂ. അവർ കൈയിട്ടപ്പം ഒരു കൈയിട്ടും മറ്റേ കൈയിട്ടും മറ്റവനും കൈയിട്ടും 2 പേരുടെയും കൈ അങ്ങ് വടി പോലെ നിൽക്കുക, വിരൽ മടങ്ങുന്നില്ല. ഒടുവിൽ അവരിതെല്ലാം കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് പറഞ്ഞു, ഞാൻ കണ്ടതായിരുന്നു അവരെ 2 പേരെയും. അവർ ഞാൻ വിചാരിച്ചു ഇവരും കേൾക്കാനായിരുന്നു. അവർ പറഞ്ഞു, ഈ അടകയിൽ ഭയങ്കര ശക്തിയുണ്ട്. ഈ അടകയിൽ ഭയങ്കര, എൻ്റെ എന്തോ ശക്തി, ദൂതന്മാർ അവൻ്റെ വിരൽ പിടിച്ചു വെച്ചിരിക്കുക. 2 പേരും അവർ പറഞ്ഞു ഭയങ്കര ശക്തിയുണ്ട് ഇവരുടെ പേര്. അവർ നിരാശരായി പോകാറുണ്ട്. 5 ലക്ഷം രൂപ അവർക്ക് പറഞ്ഞിരുന്നത്. 10 ലക്ഷം രൂപ അവർ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് സാധിച്ചില്ല? ദൂതന്മാർ എൻ്റെ ഇവിടെ സ്റ്റൺ ഗണ്ണുണ്ടോ വെച്ചിട്ടുണ്ട്. എൻ്റെ നെഞ്ചത്ത് എത്ര പ്രാവശ്യം പിസ്റ്റൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഫിറോസ്പൂരിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, പഞ്ചാബിലെ വലിയ ബഹളം നടക്കുമ്പോഴാണ്. അപ്പോൾ ഒരു സ്ലിപ്പ് എഴുതി തന്നു, 18 ഉഗ്രവാദികൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരുടെയും വലിയ ഗണ്ണുമുണ്ട്. തീവ്രവാദികൾ 18 തീവ്രവാദികൾ വന്നിട്ടുണ്ട്. അപ്പോൾ സ്ലിപ്പ് എഴുതിക്കിട്ട് ഞാൻ പറഞ്ഞു, തീവ്രവാദി സഹോദരന്മാരെ, നിങ്ങൾ വന്നതിന് നന്ദി, നിങ്ങൾ അവിടെ ഇരുന്ന് വചനം കേട്ടോളാൻ പറഞ്ഞു. അഥവാ നിങ്ങൾ വെടിവെക്കാൻ നോക്കിയാൽ, നിങ്ങൾ വെടിവെച്ചാൽ നിങ്ങളുടെ വെടിയുണ്ട അകത്ത് തടയാൻ ഞങ്ങൾക്ക് ദൈവത്തിന് ശക്തിയുണ്ട്. അഥവാ നിങ്ങളുടെ ബെൽറ്റിൽ നിന്ന് വന്നാൽ എൻ്റെ നെഞ്ചത്ത് പോകാതിരിക്കാൻ എൻ്റെ സമയമായില്ലെങ്കിൽ പോകത്തുമില്ലെന്ന് പറഞ്ഞു. പരസ്യമായിട്ടാണ് പറഞ്ഞു. പരസ്യമായിട്ട് പറഞ്ഞപ്പോൾ അവർ 18 പേരും അവിടെ ഇരുന്ന് മുഴുവൻ വചനം കേട്ട് ചെങ്ങ് പോകാനിടയായി. നമ്മൾ ആരാണ്? നമ്മളെ നടത്തുന്ന ദൈവം എത്ര വലിയവനാണ്. നമ്മുടെ ആരുടെ മക്കളാണ്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് അനുഭവത്തിൽ നിന്ന് പറയുന്നത്, ഈ മക്കളെന്നുള്ളതായ ആ കാര്യം തന്നെ ഓർക്കുമ്പോൾ എത്ര വലിയവരാണ്. ഞാൻ പറയുന്നത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ അമേരിക്കനിലെ ഒബാമയോ ഒക്കെ നമ്മുടെ ബാഗ് എടുക്കാൻ യോഗ്യരല്ല. അവർ ദൈവത്തിൻ്റെ മക്കളായാലും ഒക്കെ എൻ്റെ ബാഗ് പിടിക്കാൻ പോലും അവർക്ക് യോഗ്യതയില്ല. ഞാൻ സർവാധി വല്ലഭനായ ദൈവത്തിൻ്റെ മകനാണ്. ഇതിൽ കൂടി ഇതെന്താ വേണ്ടിയത്? നിങ്ങൾക്ക് വേണ്ടി ചപ്പും കുപ്പയാണോ? അപ്പൊ നിങ്ങൾ ചപ്പും കുപ്പ വേണമെങ്കിൽ നിങ്ങൾ ആരല്ല? മക്കളല്ല, ചപ്പും കുപ്പയുമാണ്. ചിലർ പറയും, കർത്താവിനോട് ഇത്രയും നാളെ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല, പിന്നെ എന്തിനാ പോകുന്നത്? അപ്പൊ നീ മക്കളാന്നെ പ്രാർത്ഥിക്കുകയില്ല. അപ്പ തരണേ എന്ന് പറഞ്ഞ എന്ത് ചെയ്യല? അപ്പന് ഇഷ്ടമുള്ളപ്പോ തന്നാ മതി. ഹല്ലേലൂയ. ഞാനിത് എത്ര അടിയുണ്ടു, എത്ര പട്ടിണി കിടന്നു, ആക്സിഡന്റ് ഉണ്ടായി, രോഗത്തിലായി, വനങ്ങളിൽ പതിയിരിക്കേണ്ടി വന്നു. ചൈനയിലും ഫിലിപ്പീൻസിലും അതുപോലെ നേപ്പാളിലൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടു. ഇതെല്ലാം കഷ്ടപ്പെടുമ്പോഴെല്ലാം എനിക്ക് മനസ്സിലായത്, ഞാൻ മകനാണ്.
ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. അവനറിയാതെ എൻ്റെ തലയിലെ ഒരു തലമുടി പോലും താഴെ വീഴുകയില്ല. ആ മക്കളെന്നുള്ളത് ഞാൻ എത്ര ഓർത്ത്. എനിക്കൊന്നും വേണ്ട, അവൻ്റെ മകനായി തീർന്നോടെ എനിക്ക് സകലവും കിട്ടിക്കഴിഞ്ഞു. ഇനി എനിക്കൊന്നും കിട്ടാനില്ല. എനിക്ക് വളർച്ച പ്രാപിച്ചാൽ മതി. കറബലാതന കഷതല എനിക്കെല്ലാം കിട്ടി. അതെടുത്ത് ഉപയോഗിക്കാനുള്ള വളർച്ച എനിക്ക് വേണം. അല്ലല്ല, അപ്പൻ്റെ എത്ര കാറാ കിടക്കുന്നത്, അപ്പൻ്റെ എത്ര ഇതാ കിടക്കുന്നത്. എനിക്ക് കാർ ഓടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ പറയുക. എന്ത് പ്രാപിക്കണം? ഓടിക്കാനുള്ള പ്രായമാകണം. ദൈവമക്കളെ, നമ്മളതുപോലെ പ്രായമാകണം. ഇന്ന് മക്കളെ പോലെ കിടക്കാതെ ആത്മാവിൽ പ്രായമായി തീരുക. ദൈവവചനം ഭക്ഷിച്ച് ആത്മാവിൽ പ്രായപൂർത്തിയായി തീർന്നു കഴിയുമ്പോഴേക്ക് പിന്നെ നമ്മളെക്കുറിച്ച് ഈ മുഴുവൻ ലോകവും നമ്മൾക്ക് വേണ്ടി ദൈവമക്കളുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. റോമാലേഖനം 8 19 വാക്യം വായിച്ചാട്ട്. റോമർ 8:19. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിന്റെ 19 വായിച്ചാൽ 20 വായിച്ചാട്ട്. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ദൈവമകനാണെന്ന് പറഞ്ഞ് ഇന്ന് നിങ്ങളിൽ ഭരിക്കുന്ന ദാസ്യത്വത്തിന്റെ ആത്മാവോ പുത്രത്വത്തിന്റെ ആത്മാവോ ചിന്തിച്ചുകൊള്ളുക. ഹല്ലേലൂയ. ദാസത്വത്തിന്റെ ആത്മാവാണോ പുത്രത്വത്തിന്റെ ആത്മാവ്? 2 ആത്മാക്കളാണ്. ഒന്ന് ദാസത്വത്തിന്റെ ആത്മാവ്, ഒന്ന് പുത്രത്വത്തിന്റെ ആത്മാവ്. സൃഷ്ടി മുഴുവനും കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവമകനാണ് എന്ന് പറയുമ്പോൾ തന്നെ എത്ര ഉയർന്നതാണ്. എന്നാൽ ഇന്ന് അനേകർക്ക് ഏതാത്മാവാണ് ഉള്ളത്? ദാസത്വത്തിൻ്റെ. വല്ലതും പിച്ച മേടിച്ച് കർത്താവിനോട് ചോദിച്ച് അതുകൊണ്ടല്ലേ പറയുന്നത്, ചില പ്രാസംഗികന്മാർ പറയും, ആ കനാന്യ സ്ത്രീ പ്രാർത്ഥിച്ചതുപോലെ മുട്ടിപ്പായി പ്രാർത്ഥിക്കും. എന്തുവാ? അവൾ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം, എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം. അവർ കർത്താവിനോട് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് മറ്റവർ കൊടുക്കുമ്പോൾ, പട്ടികൾ കൊടുക്കുമ്പോൾ ഉടനെ അവൾ പറഞ്ഞു, പട്ടികളും മേശപ്പുറത്ത് കീഴിൽ നിന്ന് വിടുന്നല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവിടെ വിശ്വാസം വലിയത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ആ സ്ത്രീ പ്രാർത്ഥിച്ചോളങ്ങ് പ്രാർത്ഥിക്കും. പ്രിയ സഹോദര, ഞാൻ കനാന്യ സ്ത്രീയല്ല, ഞാൻ മകനാണ്. ഞാൻ മേശപ്പുറത്തിരുന്ന് കൂടെ ഭക്ഷിക്കേണ്ടവനാണ്. മേശപ്പുറത്ത് നിന്ന് കീഴെ വീഴുന്നെടുക്കാൻ ഞാൻ പട്ടിയല്ല. എൻ്റെ അപ്പൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷിക്കാൻ എനിക്ക് അവകാശം ക്രൂശിൽ കൂടെ കിട്ടിയിട്ടുണ്ട്. എന്നിലൊരു പുത്രത്വം ഞാൻ ജനിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അപ്പൻ ഇഷ്ടമുള്ളപ്പോൾ എനിക്ക് തരട്ടെ. ഞാൻ അവൻ്റെ മകനായി ജീവിക്കണം, അത് മാത്രം. ഹല്ലേലൂയ. ഈ കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ഉറച്ചാൽ പിന്നെ നിങ്ങളുടെ പ്രയാസമൊക്കെ എവിടെ പോയെന്ന് അറിഞ്ഞുകൂടാതെ. പ്രയാസമോ ഭാരമോ എന്താ എല്ലാം എവിടെ ഓടിപ്പോയി? ഞാൻ അനുഭവത്തോടെ പറയുക, പ്രയാസങ്ങളും ഭാരങ്ങളെല്ലാം എവിടെ ഓടിപ്പോയി? രാജ്യങ്ങളെ വെല്ലുവിളിക്കുവാൻ നിങ്ങൾ കഴിയും. രാജ്യങ്ങളെ, രാഷ്ട്രങ്ങളെ വെല്ലുവിളിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ പുത്രത്വത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കാൻ നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. കർത്താവേ, നമ്മിൽ വസിക്കുന്ന ആത്മാവ് പുത്രത്വത്തിൻ്റെ ആത്മാവാണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചെറിയ ഉദാഹരണം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന് അത് ഓർപ്പിക്കട്ടെ. ഒരു ചെറിയ കഥ പോലെയാണ് നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി. ഒരു സ്ഥലത്ത് ഒരു അപ്പനുണ്ടായിരുന്നു. അപ്പന് മകനുമുണ്ട്. അപ്പനും അമ്മയും ഒരു വലിയ ധനാഢ്യനാണ്. അപ്പനും അമ്മയും അവരെല്ലാം വേറെ ജോലി സ്ഥലത്ത് എസ്റ്റേറ്റ് ഉള്ളത്. അപ്പം അവരുടെ വീടും ആ മകനെ ഒരു വേലക്കാരനെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് ആ വേലക്കാരനോട് പറഞ്ഞു, മകനെ സ്കൂളിൽ വിടണം, മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പോൾ അവരുടെ വീട്ടിൽ ഈ നമ്മുടെ ഈ കോഴിയെ കൂട്ടർ പേരെ ഉണ്ടല്ലോ, നല്ല എന്താണ്, താറാവല്ല, കാട്, ഈ തലയും ഭംഗിയൊക്കെയുള്ള ടർക്കി അതുണ്ടായിരുന്നു. അത് 4 എണ്ണം ഉണ്ടായിരുന്നു. അപ്പം ഈ മകൻ ബോൾ എടുത്ത് എടുത്തപ്പോൾ ഒന്നിൻ്റെ തലയ്ക്ക് കൊണ്ട് ഒന്ന് വീണങ്ങ് ചത്തു. അപ്പോൾ വേലക്കാരൻ ഇത് കണ്ടു. വേലക്കാരൻ പറഞ്ഞു, നിന്റെ അപ്പനോട് ഞാൻ പറയും,
നീ ഇത് വന്നു. അതുകൊണ്ട് ഇല്ല, എൻ്റെ അപ്പനോട് പറയല്ലേ. എന്നാൽ നീ എന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റ് വെള്ളം കോരുന്ന പണി നീ ചെയ്യണം, പാത്രം കഴുകുന്ന പണി നീ ചെയ്യണം. സ്കൂളിൽ നിന്ന് വന്നാൽ ഉടനെ എല്ലാം ചെയ്യപ്പം ആ മകനെ കൊണ്ടെല്ലാം അടിമവേല ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ എന്താ പറയുന്നത്, നീ എന്ത് ചെയ്തു, നീ അതിനെ കൊന്നത് നിൻ്റെ പപ്പായോട് പറയും. ഒരു ദിവസം അവൻ്റെ പപ്പ കാറുമായിട്ട് വന്നപ്പോൾ ദൂരത്ത് അവൻ്റെ മോൻ മുറ്റത്ത് നിന്ന് തൂത്തുകൊണ്ടിരിക്കുക. കീറിയ നിക്കറും ഇതെല്ലാം എടുത്ത് ചപ്പലൊന്നുമില്ല, അങ്ങ് കുളിച്ചിട്ടുമില്ല. അതെല്ലാം മോനെ എന്താ നിനക്ക്? ഇല്ല പപ്പ പപ്പ ഇല്ല ഇല്ല ഇല്ല. എന്താ നീ എന്താണ് മോനെ ഇത് എന്ത് ചെയ്യുക? വേലക്കാരൻ എന്ത് ചെയ്യും? അവൻ കിടന്നുറങ്ങുക. അല്ലെ, വേലക്കാരൻ എന്ത് ചെയ്യുക? കിടന്നുറങ്ങുക. എന്താ മോനെ നീ എന്താ അവനെ കോരിയെടുത്തു? ഇല്ല 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 കരഞ്ഞ. മോനെ പറ പപ്പ, ഞാൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പന്ത് കൊണ്ട് ആ 4 എണ്ണത്തിലുള്ള അങ്ങ് ചത്തുപോയി. എന്നെ കൊഴിഞ്ഞു. ഒന്നേ ചത്തോ, നീ 4നെയും കൊല്ലേ, ഞാൻ നിന്നെ എടുത്തോണ്ട് നടക്കത്തില്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അപ്പം പറഞ്ഞു, ഞാൻ അങ്ങ് പോകാം, നീ ചെന്ന വേലക്കാരനോട് പറഞ്ഞ് അവനെ കൊണ്ട് എല്ലാ വേലയും ചെയ്യിക്കണമെന്ന് പറഞ്ഞ് പപ്പ അങ്ങ് പോയി. അവന് വേലക്കാരനോ ആ മുറിയിലോട്ടെ, എഴുന്നേരെ, വെള്ളം കോരിക്കൊണ്ടു വാ, ജോലി ചെയ്യും. നിന്റെ പപ്പായോട് പറയും, നീ കാര്യം ചെയ്യും, ഈ കാര്യം ചെയ്യും എന്ന് പറയും. ഒടുവിൽ അവൻ പറഞ്ഞു, എന്താ? ഞാൻ എൻ്റെ പപ്പായോട് പറഞ്ഞു, ഒന്നിനെയല്ല ഇനി 4നെ കൊന്നാലും ഞാൻ അവൻ്റെ മകനാ, നീ എൻ്റെ വേലക്കാരനാ. ഇതുപോലെ സാത്താൻ നിങ്ങളെ ചിലപ്പോൾ എന്ത് ചെയ്യും? മക്കളാണെങ്കിൽ അടിമവേല ചെയ്യിപ്പിക്കും. മക്കളാണെങ്കിൽ എന്ത് ചെയ്യും? അടിമവേല ചെയ്യിപ്പിക്കും. അപ്പനോട് യഥാസ്ഥാനപ്പെട്ടു കാണും. നിങ്ങളുടെ കുറവുകളെ അപ്പനോട് പറഞ്ഞ്, അപ്പനെ എൻ്റെ കുറവ് ഞാൻ ഏറ്റു പറയുന്നു, ഞാൻ മകനാണ്. ആ പുത്രത്വം, ഞാൻ കഥയല്ല പറയുന്നത്, നിങ്ങളെത്ര വിലയേറിയവരാണ്. അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, അപ്പ ഈ തെറ്റ് വന്നിട്ടുണ്ട്, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാലും ചെയ്തു പോകുന്നു, എനിക്ക് ബലം തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. യു വിൽ ബിക്കം സൺസ്. ഹല്ലേലൂയ. അവൻ നമ്മളെ പുത്രന്മാരാക്കിയിരിക്കുകയാണ്. പ്രാർത്ഥിച്ചാൽ ഏതെങ്കിലും ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞിട്ട് പുത്രത്വത്തിൻ്റെ ബലം പ്രാപിക്കുക. പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.